Every great dream begins with a dreamer. Always remember, you have within you the strength, the patience, and the passion to reach for the stars to change the world. I am Abhishek. And I am Lakshmi. Good morning, everyone. Today, we feel extremely privileged to have been offered the chance for being the host of this wonderful occasion, which is one among the milestones Mba Department of Sree Narayana Gurukulam College has come across. Today is the inauguration of the 19th batch of MBA. We are really glad to have all our dignitaries, teachers, parents, and students of the 18th and 19th batch. So without much delay, let's move forward. No endeavor finds its success without the blessing and guidance of Lord Almighty. So let us start our program with a prayer. I welcome Parvati for the same. Over to you, Parvati. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം സത്യധന്മാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാകണം ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബിയല്ലാവും എല്ലാം ഏകമാണെന്ന വേദാന്തം നമ്മളിൽ ദീപ്തമാകണം സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും ഏകണേ ഞങ്ങൾക്കെപ്പോഴും ഏകണേ ഞങ്ങൾക്കെപ്പോഴും. That was heartwarming. With that positive vibe, let us move on. I gladly invite our dear principal, Professor Dr. Kimtos P. Paul, to welcome our esteemed guest who's kindly joined us today. Sir, please. Honorable Vice Chancellor, President of this function, respected professors, my dear parents and dear students, a warm good morning to all. 19ാമത് MBA പ്രോഗ്രാമിൻ്റെ തുടക്കത്തോട് അനുബന്ധിച്ചാണല്ലോ നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. 18 ബാച്ചുകൾ തുടങ്ങി. ആ 18 ബാച്ചുകളിലും വളരെ നല്ല രീതിയിൽ അവരെ ജോലിയിൽ എത്തത്തക്ക രീതിയിൽ പ്രാപ്തരാക്കാൻ ഈ കോളേജിന് ഇതുവരെ കഴിഞ്ഞു. ആ ജോലിയിലെത്താൻ എന്നതിനകത്ത് ഒരു പ്രസക്തി കൂടുതലുള്ളത് നിങ്ങൾ ഇതുവരെ പഠിച്ച എല്ലാ പഠിത്തങ്ങളും നല്ല രീതിയിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത്. എന്താ ഡിസ്റ്റിങ്ഷൻ കിട്ടണമെന്നോ ഫസ്റ്റ് ക്ലാസ് കിട്ടണമെന്നോ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു അംബീഷനോട് കൂടെ പഠിച്ചു, അത് സാധിച്ചു. പക്ഷേ ഇനി നമ്മൾ ഈ 2 വർഷം പഠിക്കുന്നത് ജോലി കിട്ടാൻ വേണ്ടിയാണ് പഠിക്കണേ. അതുകൊണ്ടാണ് പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത്. ഇത് കഴിയുമ്പോൾ നേരെ ജോലിയിലേക്ക് പോകാൻ പറ്റും. ജോലി കിട്ടണമെങ്കിൽ 2 കാര്യങ്ങളുണ്ടായിരിക്കണം. ഒന്ന്, അക്കാഡമിക് ഇതുവരെ നിങ്ങൾ ചെയ്തതല്ല. MBA സംബന്ധിച്ച് അത് 50% ആവുള്ളൂ. ബാക്കി 50% നമ്മൾ ട്രെയിൻഡ് ആകണം, ജോലിക്ക് പ്രാപ്തരാകണം. കമ്പനികൾക്ക് നമ്മളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് തൃപ്തി തോന്നത്തക്ക രീതിയിൽ നമ്മൾ വളർന്നിട്ടുണ്ടാകണം.
അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ 2 വർഷം കൊണ്ട് നടക്കണം. അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും കോളേജ് അറേഞ്ച് ചെയ്ത് തരും. 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് കമ്പനി വരണം, രണ്ടാമത് നമ്മൾ പ്രാപ്തരാകണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്കും കോളേജിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞങ്ങളത് ചെയ്യുന്നുണ്ട്. കമ്പനികൾ വരും, പക്ഷേ കമ്പനി വന്നാൽ ജോലി ഉറപ്പില്ല. കമ്പനിക്ക് തൃപ്തികരമായ പെർഫോമൻസ് ഉള്ളവരെ മാത്രമേ അവരെടുക്കുകയുള്ളൂ. അപ്പോൾ കോളേജ് അതിനെല്ലാ സൗകര്യങ്ങളും തരും. നിങ്ങളത് വിനിയോഗിക്കണം. അങ്ങനെ വിനിയോഗിച്ച് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിൻഡ് ആകണം. ഇറ്റ് ഈസ് സാധാരണഗതിയിൽ പറയും, നമ്മളൊരു ഇരുമ്പിൻ്റെ പീസ് എടുത്തിട്ട് അതിനെ ഒരു ആയുധമാക്കി മാറ്റണമെങ്കിൽ അത് ചുട്ട് പഴിപ്പിച്ച് അടിച്ച് കഴിയുമ്പോഴാണ് ഉണ്ടാകുക. അപ്പോൾ വി മസ്റ്റ് ബി പ്രിപ്പയർഡ് ഫോർ ആ പഴുക്കാനായിട്ടുള്ള മനസ്സ് വേണം. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി പെയിൻഫുൾ. എന്ന് വെച്ചാൽ നമ്മളൊരു എഫേർട്ട് എടുക്കണം. അങ്ങനെ പഴുത്ത് കഴിയുമ്പോൾ ദർ മസ്റ്റ് ബി സംബഡി ടു ഹിറ്റ് ഓൺ അസ്. അതാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് ചെയ്യുന്നത്. നിങ്ങളെ ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പോഴേ നമ്മളൊരു യൂസ് ചെയ്യാവുന്ന ആയുധമായിട്ട് മാറുകയുള്ളൂ. അതിന് കഴിയാൻ എല്ലാ സൗകര്യങ്ങളും SNGCയിലുണ്ട്. അതിന് നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുവാണ്. എല്ലാവരെയും വെൽക്കം ചെയ്യാനായിട്ടുള്ള എൻ്റെ കർത്തവ്യത്തിലേക്ക്. ഭാഗ്യവശാൽ നമുക്ക് ഇന്ന് ഈ 19ാമത്തെ ബാച്ചിൻ്റെ തുടക്കത്തിന് അതിന് ഇനാഗ്രേറ്റ് ചെയ്യാനും അതിന് സംസാരിക്കാനും നമുക്ക് വലിയ ഒരു അക്കാഡമീഷ്യനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. രാജശേഖരൻ പിള്ള സാറിനെ അറിയാത്തവർ കേരളത്തിലൊരു പക്ഷേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആളെ കണ്ടിട്ടില്ലെങ്കിലും പേര് നിർബന്ധമായിട്ടും അറിയും. അപ്പോൾ സാറ് ഇപ്പോൾ ICFA യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ്. അതുകൂടാതെ ബോംബെയിലുള്ള സോമയ്യ വിദ്യാവിഹാർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. നമ്മുടെ ഒരു ഭാഗ്യവും ദൈവാധനവും എന്ന് പറയുക സാറിനെ ഈ ഒരു മീറ്റിംഗ് ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടിയത്. സാറിനെയൊക്കെ കേരളത്തിൻ്റെ ഒരു അഭിമാനമായിട്ടുള്ള അക്കാഡമീഷ്യനാണ്. സാർ രാവിലെ പറഞ്ഞത് 51 വർഷമായി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടെന്നാണ്. പക്ഷേ എനിക്കറിയാവുന്നത് ഒരു 45 വയസ്സിൽ വൈസ് ചാൻസലറായിട്ടുള്ള ആളാണ്. ഒരു പക്ഷേ കേരളത്തിൽ ഇത്രയും നേരത്തെ വൈസ് ചാൻസലറായിട്ടുള്ള ഒരു ആളുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. സാധാരണ എല്ലാവരും വൈസ് ചാൻസലേഴ്സാണ് ഒരു 58-60 വയസ്സിലൊക്കെയാണ്. അതാണൊരു സാധാരണ ടൈം. പക്ഷേ സാർ ഇപ്പോഴും വൈസ് ചാൻസലറായിട്ട് തുടരുകയും ചെയ്യുന്നു. സംതിങ് ഗ്രേറ്റ്. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് കിട്ടി. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വലിയൊരു ഗുഡ് സ്റ്റാർട്ടാണ്. അപ്പോൾ സാറിൻ്റെ ആ നല്ല മനസ്സിന് നമ്മുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഈ മീറ്റിംഗ് ഇനാഗുറേറ്റ് ചെയ്യാൻ സമ്മതിച്ച് സമയത്തിന് വളരെ നേരത്തെ മുമ്പ് എത്തി എല്ലാവരുമായിട്ടും ഇൻട്രാക്ട് ചെയ്തും ഒക്കെ ഇത്ര നേരവും സമയം ചെലവഴിച്ചു. സാറിനെ വളരെ ആത്മാർത്ഥമായിട്ട് SNGCയിലേക്കും ഈ മീറ്റിങ്ങിലേക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നത് കറൻ സാറാണ്. നിങ്ങളിൽ സാറിനെ പരിചയമില്ലാത്തവർ ഒത്തിരി പേരും ഇതിനകത്തുണ്ടാകും. പക്ഷേ സാറിൻ്റെ ബ്രാൻഡ് അറിയാത്ത ആരും ഈ കൂട്ടത്തിലുണ്ടാവില്ല. നിറമിറ എന്ന ബ്രാൻഡിൻ്റെ ഉടമയാണ്. അപ്പോൾ സാറിന് സമയം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ എത്ര വലിയൊരു ബിസിനസ് നടത്തുന്ന ആൾക്ക് എവിടെ നിറപറ മാത്രമേ കേട്ടോ നിങ്ങളറിയുള്ളൂ, അല്ലെങ്കിൽ നമ്മളിൽ പലർക്കും അറിയുള്ളൂ. പക്ഷേ അത് സാറിൻ്റെ എനിക്ക് തോന്നണേ ഒരു 25% ബിസിനസ് പോലും ഇല്ല. അത്ര വേറെയും ഒത്തിരി ബിസിനസ്സുകൾ ചെയ്യുന്ന ആളാണ്. പുതിയ ബ്രാൻഡൊക്കെ വരുന്നുണ്ട്. അത് സാറ് പറയുകയാണെങ്കിൽ സാർ അനൗൺസ് ചെയ്തോട്ടെ, ഞാനായിട്ട് ചെയ്യണില്ല അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി പുതിയ പുതിയ ബിസിനസ്സുകളിലേക്കുമൊക്കെ മാറിക്കൊണ്ടും അല്ലെങ്കിൽ പുതിയ ഡെവലപ്പ് ചെയ്തുകൊണ്ടും ഇരിക്കുന്ന വലിയ ഒരു ഓൺട്രപ്രണറാണ്. അപ്പോൾ സാറും രാവിലെ നമ്മളോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് സന്മനസ്സ് കാണിച്ചു. സാറിനെ വളരെ ആത്മാർത്ഥതയോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ളത് SNGC ട്രസ്റ്റാണ്. ഈ കോളേജിൻ്റെ ഓണർഷിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ളത് അനിലൻ സാറാണ്. സാറ് ഫുൾ ടൈം കോളേജിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. സാറിനെ വളരെ ആത്മാർത്ഥതയോടെ ഈ യോഗത്തിൽ സാറിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിലും ഒത്തിരി കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ആ എക്സ്പീരിയൻസ് മുഴുവൻ നമ്മുടെ കോളേജിൻ്റെ വളർച്ചയ്ക്ക് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറിനെ ഞാൻ വളരെ ആത്മാർത്ഥതയോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോളേജിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടിരിക്കുന്നത്
യശോധരൻ സാറാണ്. സാറ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റിംഗ് തന്നെ വേണ്ടി വരും അത് മുഴുവനായിട്ട് പറയാനായിട്ട്. അത്രയേറെ എക്സ്പീരിയൻസ് ഉള്ളതും ലോകത്തിൽ 100-ൽ പരം രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുമായിട്ടുള്ള ഒരു ചെറിയ മനുഷ്യനാണ് നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവായിട്ടിരിക്കുന്നത്. ഞാൻ ചെറുതെന്ന് ഉദ്ദേശിച്ചത് വലുപ്പത്തിൽ ചെറുപ്പമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ വിസ്ഡത്തിൽ ഒത്തിരിയേറെ ലോകരാജ്യങ്ങളുടെ UN-നകത്ത് കെമിക്കൽ വാർ കഴിയുമ്പോൾ കെമിക്കൽ വെപ്പൺസ് ഡിസ്ട്രാക്ഷൻ മോണിറ്റർ ചെയ്യാൻ, ഡിസ്ട്രക്ഷൻ ഡിമോളിഷ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയുടെ തലവനായിട്ടിരുന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അത്ര വലിയ പൊസിഷനുകളിൽ ഇരുന്നിട്ടുള്ള ആളാണ്. നമ്മുടെ ഭാഗ്യം കൊണ്ട് സാറ് നമ്മുടെ CEO ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് കോളേജിൻ്റെ വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും എന്ന് ഉറപ്പാണ്. സാറിനും രാവിലെ സമയത്ത് എത്തിച്ചേർന്നതിന് ഈ യോഗത്തിൽ ഇങ്ങനെ പ്രിസൈഡ് ചെയ്യാം, സ്പെഷ്യൽ അഡ്രസ്സ് നടത്താം എന്ന് സംബന്ധിച്ചതിന് സാറിന് പ്രത്യേകമായിട്ട് ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ KS ദിവാകരൻ സാറാണ് നമ്മുടെ MBAയുടെ അക്കാഡമിക് അഡ്വൈസറായിട്ട് സർവീസ് ചെയ്യുന്നത്. സാറ് ഇഗ്നോയിലൂടെ ഒത്തിരി കാലത്തെ സർവീസ് നടത്തിയിട്ടുള്ളതാണ്. അതായത് മാനേജ്മെൻറ്റ് സ്റ്റഡീസുമായിട്ട് വളരെ ഏറെക്കാലത്തെ പരിചയവും അതിനുള്ള സന്മനസ്സും കാണിച്ചിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഒത്തിരി കാലമായിട്ട് ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ സാറിൻ്റെ സേവനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. സാറിനെ ഈ യോഗത്തിലേക്ക് ഫെലിസിറ്റേഷന് സമ്മതിച്ചതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് സാറിനെ സ്വാഗതം ചെയ്യുന്നു. ബിജു സാറ് നമ്മുടെ പ്രൊഫസർ ഇലക്ട്രോണിക്സ് ആണ്. സാറിൻ്റെ ക്വാളിഫിക്കേഷൻ മുഴുവൻ ഇലക്ട്രോണിക്സിലാണ്. കോളേജിൻ്റെ അഡ്മിഷൻസ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നതും അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും എല്ലാം സാറാണ്. അപ്പോൾ സാറും ഇന്ന് രാവിലെ ഈ പ്രോഗ്രാമിനകത്ത് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നു. അപ്പോൾ സാറിനെ പ്രത്യേകമായിട്ട് ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മാനേജർക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റിയില്ല. പക്ഷേ മാനേജറെ റെപ്രസെൻ്റ് ചെയ്ത് ഗോപാലകൃഷ്ണൻ സാർ എന്ന ട്രസ്റ്റിനകത്ത് ഈ മീറ്റിങ്ങിനകത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ എക്സ്പീരിയൻസ് ടെക്നിക്കൽ വിദ്യാഭ്യാസവുമായിട്ട് 30 വർഷത്തിൽ കൂടുതൽ പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് ആ എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും കോളേജിന് ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. സാറ് വളരെ സിൻസിയറായിട്ട് ഇതിൻ്റെ ഗ്രോത്തിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആളാണ്. സാറിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് വളരെ ആത്മാർത്ഥതയോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ മിൽന സൂസൻ ജോസഫ്, the head of the Department of Management Studies. ഒരുപക്ഷെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും എന്നേക്കാൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയാവുന്ന ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം ഈ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ കാലം മുതൽ ഒരു കുഞ്ഞുകുട്ടിയെ വളർത്തുന്നത് പോലെ വളർത്തി ഈ നിലയിലാക്കിയതിൽ മിൽന മാഡത്തിനുള്ള കോൺട്രിബ്യൂഷൻ വലുതാണ്. മിൽനയാണ് ഇന്ന് ഇതിൻ്റെ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത്. അതിന് സമ്മതിച്ചതിനും ഇതിനകത്ത് വന്നു ചേർന്നതിനും ഞാൻ പ്രത്യേകമായിട്ട് വെൽക്കം ചെയ്യുന്നു. ഇനി നമ്മുടെ സീനിയർ പ്രൊഫസേഴ്സ് എല്ലാവരും ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസേഴ്സും ഇവിടെ ഉണ്ട്. ഇനി അതിനകത്ത് ഞാൻ ആരെയും പേരെടുത്ത് പറയണില്ല. പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ എല്ലാവരെയും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് എല്ലാവർക്കും അത് കൂടുതൽ അരോചകമായി തോന്നിയാലോ എന്ന് വിചാരിച്ച എല്ലാ പ്രൊഫസേഴ്സിനെയും ഞാൻ ഒറ്റ വാചകത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പേരൻസ് ആണ് ഞാൻ വളരെ വളരെ ആത്മാർത്ഥതയോടെ സ്വാഗതം ചെയ്യുന്നു. 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയുകയാണ്. ഒന്ന്, നിങ്ങൾ സെലക്ട് ചെയ്ത കോളേജ് നിങ്ങളുടെ കുട്ടിക്കൊരു ജോലി കിട്ടാൻ പൂർണ്ണമായിട്ടും പ്രാപ്തരാക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും കൂടി കൂടിയതാണ്. ഇന്നത്തെ ഞങ്ങൾ കണ്ടുവരുന്ന ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇൻ്റർവ്യൂവിന് പോകാൻ മടി കാണിക്കുന്നു. അപ്പോൾ അത് പേരൻസ് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. കമ്പനികൾ ധാരാളം വരുന്നുണ്ട്, പക്ഷേ നമ്മൾ പ്രിപ്പയർഡായിട്ട് ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ജോലി കിട്ടുള്ളൂ എന്നത് പ്രത്യേകം ഓർത്തിരിക്കണം. ജോലി കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു കാരണവുമില്ല. അപ്പോൾ പിള്ളേരെ അതൊന്ന്
പ്രത്യേകമായിട്ട് മോട്ടിവേറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ പേരൻസിനോട് ഇനി ഇത്രയും പേരൻസ് ഒന്നിച്ച് വന്നില്ലെങ്കിലോ എന്നും കൂടെ വിചാരിച്ച്. കാര്യം പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്, പേരൻസ് വരേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതൊക്കെ സത്യമാണ്. എന്നാൽ പോലും വന്ന പേരൻസ്, അതായത് മക്കളെക്കുറിച്ച് കൂടുതൽ കൺസേൺ ഉള്ള പേരൻസാണ് വന്നിരിക്കുന്നത്, എനിക്ക് നന്നായി അറിയാം. അപ്പോൾ ആ വന്ന പേരൻസിനെ എല്ലാവരെയും ഞാൻ വളരെ ആത്മാർത്ഥതയോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൈ ഡിയർ യങ് സ്റ്റുഡൻസ്, നിങ്ങൾ എന്താണ്, കീപ് ദ സ്പിരിറ്റ് ബേണിങ്, അതാണ് വേണ്ടത്. ആ ഡിസയർ ഇപ്പോൾ നിങ്ങൾക്കുള്ള ഒരു സ്പിരിറ്റ്. ഐ നോ ഫസ്റ്റ് 2 വീക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര അംബീഷ്യസ് ആയിട്ടും എക്സൽ ചെയ്യണം എന്ന അതിയായ ആഗ്രഹത്തോട് കീപ് ദറ്റ് സ്പിരിറ്റ്. ദറ്റ് ഈസ് വാട്ട് ഈസ് റൈറ്റ്. MBA പഠിക്കുമ്പോൾ ബി പ്രിപ്പയർഡ് ടു ബേൺ ദ മിഡ് നൈറ്റ് ലാമ്പ്. അത് പഠിക്കാൻ ഭാരമുള്ള സബ്ജക്റ്റ് അല്ല, പക്ഷേ കൂടുതൽ പണിയെടുക്കണം. ദ മോർ യു വർക്ക് ദ മോർ വിൽ ബി ഗെയിൻ. കാരണം നിങ്ങൾ റൂമിൽ പോയിട്ട്, ഹോസ്റ്റലിനകത്ത് പോയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞാൽ യുവർ കമ്മ്യൂണിക്കേഷൻ വിൽ ഇംപ്രൂവ്. ഇഫ് യു വർക്ക് ഔട്ട് മോർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, യുവർ സ്കിൽ വിൽ ബി ബെറ്റർ. ആൻഡ് ഇഫ് യു കോർഡിനേറ്റ് മോർ പ്രോഗ്രാംസ്, യു വിൽ ബി സ്മാർട്ടർ ഇൻ ഇൻ്റർവ്യൂസ്. അപ്പോൾ അത് നമ്മൾ എത്ര ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഠിക്കാൻ ഭാരമുള്ളതല്ല, പക്ഷേ മസ്റ്റ് ബി പ്രിപ്പയർഡ് ടു വർക്ക് മോർ ഹാർഡെന്ന് ഞാൻ പറയുന്നില്ല. യു ഹാവ് ടു പ്രിപ്പയർഡ് വർക്ക് മോർ. കാരണം MBAയിലൂടെ നമുക്ക് ഇന്ന് പഴയതുപോലെയല്ല, ഒരു ജോലി കിട്ടുക എന്നുള്ളതല്ല ആഗ്രഹം. യു മസ്റ്റ് ഗെറ്റ് എ ജോബ് വിത്ത് കരിയർ ഗ്രോത്ത്. ദറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആ കരിയർ ഗ്രോത്ത് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഗെറ്റിംഗ് എ ജോബ് ഈസ് വെരി സിമ്പിൾ, ബട്ട് ഗെറ്റിംഗ് എ ജോബ് ദാറ്റ് ക്യാൻ മേക്ക് യു ഗ്രോ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതാണ് നിങ്ങൾ രാജശേഖരൻ പിള്ള സാറിൽ കാണേണ്ടത്, വളരുന്നത്. ആ വളർച്ചയായിരിക്കണം നിങ്ങളുടെ മോട്ടിവേഷൻ. ഇന്ന് സാറാകട്ടെ നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. മേ ദ ഗ്രേസ് ഓഫ് ഗോഡ് ബി വിത്ത് യു. താങ്ക് യു. Thank you, sir. Now we welcome none other than Sree K.K. Karnan, President of SNGC Trust, for the presidential address. Sir, please. പത്തൊമ്പതാമത് MBA കോഴ്സിൻ്റെ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിട്ടുള്ള ബഹുമാനായ രാജശേഖരൻപിള്ള സാർ അവറുകളെ വളരെ നന്നായി ഇവിടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ പ്രിൻസിപ്പൽ കെം തോമസ്, നമ്മുടെ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി അനിലൻ സാറ്, CEO ഇവിടെ പ്രവർത്തിക്കുന്ന നമ്മുടെ മുമ്പിൽ ഇന്ന് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമ്മളോട് ഒപ്പമുള്ള യശോധരൻ സാറ്, വളരെ സ്നേഹമുള്ള ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഗോപാലകൃഷ്ണൻ, ദിവാകരൻ സാറ്, വളരെ സ്നേഹമുള്ള വേദിയിലും പ്രദർശിപ്പിക്കുന്ന മുഴുവൻ രക്ഷകർത്താക്കളും കുട്ടികളും മറ്റ് സ്റ്റാഫംഗങ്ങളെ, 19ാമത് ബാച്ച് MBA നമ്മുടെ കോളേജിൽ ഇന്ന് വളരെ നല്ല രീതിയിൽ ഇതിനെ നയിക്കാനായി ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം സഹായിക്കുന്ന എൻ്റെ സ്നേഹമുള്ള ബിജു ഇവിടെ നമ്മുടെ മുമ്പിലിപ്പോൾ ഹാജരായിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ ഈ കോഴ്സ് നന്നായി ഇവിടെ നേരത്തെ നമ്മുടെ സ്വാഗതം പറഞ്ഞ സാറ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. കെംതോ സാറ് പറഞ്ഞത് പ്രിൻസിപ്പൾ, ഈ 2 വർഷം ഇത്രയും ദിവസം നിങ്ങൾ പഠിച്ചത് ഒരു ഉയർന്ന നല്ലൊരു വിദ്യാഭ്യാസത്തിലേക്ക് വരാൻ വേണ്ടി പഠിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ ശേഷം വന്നിപ്പോൾ ഈ MBA കോഴ്സിന് ചേരുകയാണ്. കാലഘട്ടം ഒരുപാട് മാറ്റങ്ങൾ എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുക വിദ്യാഭ്യാസ കാര്യങ്ങളിൽ. ഇന്നിപ്പോൾ നമ്മുടെ ഉദ്ഘാടനത്തിലെത്തിയിട്ടുള്ള സാറ് ഒത്തിരി കാലങ്ങൾ പഴക്കമുള്ള വിദ്യാഭ്യാസ മേഖലയിൽ വളരെ നല്ല രീതിയിൽ ഇപ്പോഴും ഓടി നടന്ന് പ്രവർത്തിക്കുമ്പോൾ 74 വയസ്സ് സാറിനായെന്ന് പറഞ്ഞപ്പോൾ ഞാനും അസൂയോടുകൂടി കാണാണ്. എത്ര നല്ല രീതിയിൽ എല്ലാവരും അറിയപ്പെടുന്ന, എന്നോട് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് സാറ് വരണേ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഒരു സന്തോഷം തോന്നുകയുണ്ടായി. എന്താ സന്തോഷം എന്ന് വെച്ചാൽ,
നിങ്ങൾക്ക് ഈ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളും രക്ഷകർത്താക്കളും ആ വാക്കുകളെ, കുറച്ച് വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാലഘട്ടം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വേണം. വെറുതെ ഇവിടെ വന്ന് ട്രെയിനിങ് കിട്ടി ക്യാമ്പസ് സെലക്ഷൻ വരുമ്പോൾ നിങ്ങളെ അവർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴാണ് ഒരു കമ്പനിക്കാർ വന്ന്, അല്ലെങ്കിൽ നമുക്ക് സ്വന്തം ഒരു തൊഴിൽ കണ്ടുപിടിച്ച് സ്വന്തമായ ഒരു വ്യവസായമോ ജോലിയോ നിങ്ങൾ തേടുമ്പോഴാണ് നിങ്ങളുടെ അറിവുകൾ, നിങ്ങളെ പഠിപ്പിച്ച സാറന്മാരും ഈ കോളേജും അത് പ്രയോജനപ്പെടുത്താൻ നിങ്ങളുടെ രക്ഷകർത്താക്കളും ശ്രമിക്കണം. ഞാനൊരു കൊച്ചു വ്യവസായിയാണ്. നിങ്ങളുടെ കൂട്ട് എനിക്ക് MBA ഒന്നും പഠിക്കാനൊന്നും ഒരു യോഗമൊന്നും കിട്ടാത്ത ഒരു ചെറിയ ആളാണ് ഞാൻ. പക്ഷെ എൻ്റെ അനുഭവം, ഞാനിപ്പോഴും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ, ഇന്ന് രാവിലെയും മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വരണേ, പുതിയ വ്യവസായ സംരംഭങ്ങൾ, ഒത്തിരി സംരംഭങ്ങൾ ഞാൻ ഫുഡ് ഐറ്റമായാലും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഐറ്റങ്ങളായാലും ഒരുപാട് ഐറ്റങ്ങൾ ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. കമ്പനി നടത്തുന്നുണ്ട്. ഒരു കമ്പനി, 2 കമ്പനി, 10 കമ്പനി അല്ല, ഒരുപാട് കമ്പനികൾ നടത്തുന്നുണ്ട്. എന്നാലും ഞാനിപ്പോൾ പുതിയ മേഖലകളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. എന്താ കാരണം? കാലഘട്ടം അനുസരിച്ച് എന്താണോ മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് മാറാൻ, പഴയ പഴഞ്ചം ബിസിനസ്സും കൊണ്ട് മുന്നോട്ട് വന്നാൽ നിങ്ങളെപ്പോലെ പഠിച്ചു വന്നവർക്ക് ജോലി തരാൻ, അല്ലെങ്കിൽ എൻ്റെ വ്യവസായം തളർന്നു പോകും. അതുകൊണ്ട് പുതിയ ടെക്നോളജി, പുതിയ സംവിധാനങ്ങൾ എന്തൊക്കെയാണോ എന്ന് കണ്ടുപിടിച്ച് അത് പ്രാവർത്തികമാക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ വെറുതെ പുസ്തകം വായിച്ചുകൊണ്ട് പത്രത്തിൽ കാണുന്ന പശുവിനെ കറക്കാൻ പറ്റില്ല. രാവിലെ നമ്മൾ പേപ്പറൊക്കെ എടുക്കുമ്പോൾ നല്ല ജേഴ്സി പശുവൊക്കെ നിൽക്കണുണ്ട്, ബക്കറ്റ് എടുത്തുകൊണ്ട് കറക്കാൻ ചെന്ന പാല് കിട്ടുമോ? പ്രവർത്തിക്കണം. നിങ്ങൾ പഠിച്ചത് പ്രാവർത്തികമാക്കാനും അത് നിങ്ങൾ പ്രയോജനപ്പെടുത്താനും, നിങ്ങൾ ഏത് മേഖലയിലാണോ ജോലിക്ക് കയറുന്നത്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ജോലി ചെയ്യിപ്പിക്കുന്നത്, ഏറ്റവും ഭാരം ജോലി ചെയ്യിപ്പിക്കാനാണ്. ജോലി ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഒരു ഭാരമില്ല. കാരണം കുറച്ച് സാധനം എടുത്ത് ഒരു സ്ഥലത്തേക്ക് വെച്ചാൽ അത് എടുത്തു വെച്ചാതില്ലോ. പക്ഷെ പോരാ, ഒരു ജോലി ചെയ്യിപ്പിക്കാൻ, ഒരു സ്ഥാപനം തുടങ്ങി 10 ആളെ നിർത്തി ജോലി ചെയ്യിപ്പിക്കുമ്പോൾ അവർ ചെയ്യുന്നത് നമ്മൾ കൃത്യമാണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കണം. നമുക്കറിയാൻ പാടില്ലെങ്കിൽ നമ്മളുടെ പ്രസ്ഥാനം നഷ്ടത്തിലേക്ക് പോകും, നമ്മൾ വലിയ നാശത്തിലെത്തും. അതിൽ നിന്നും മാറ്റം വരുത്തണമെങ്കിൽ ഒത്തിരി മേഖലകളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും പഴയ കാലത്ത് എൻ്റെയൊക്കെ ഓർമ്മയിൽ പല്ല് തെച്ചിരുന്നത് ഉമിക്കരിയൊക്കെ ഉപയോഗിച്ചും പല വിധത്തിലൊക്കെയാണ് എല്ലാവരും പല്ല് തെച്ചിരുന്നത്. അത് കഴിഞ്ഞ് കാലങ്ങൾ മാറിയപ്പോൾ കോൾഗറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ വന്നു. ഇപ്പോൾ കോൾഗറ്റ് കമ്പനിക്കാരൻ കൂടുതൽ സെയിൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അപ്പോൾ പുതിയതായി അന്നത്തെ കാലഘട്ടത്തിൽ MBA കഴിഞ്ഞവർക്ക് ജോലി കൊടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്ന മീറ്റിങ്ങിൽ ആദ്യമായി ഒരു വ്യക്തി ഒരു പയ്യൻ അവിടെ വന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ഉദ്യോഗസ്ഥന്മാർ, അറിവുള്ളവർ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇതുണ്ടായ കാര്യമാണ്, പറഞ്ഞു എങ്ങനെയായിരിക്കണം ഈ സെയിലൊന്ന് കൂട്ടാൻ, ഇതിനൊരു തീരുമാനം എടുക്കണം. സെയിൽ കൂട്ടായി എന്ന് പറഞ്ഞാൽ കോൾഗേറ്റ് തിന്നാലല്ലോ, പല്ല് തേക്കല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു വ്യക്തി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായുള്ളൂ, ബാക്കിൽ നിന്നും പറഞ്ഞു, സാറേ എനിക്ക് ഒരു കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞോ, അന്നത്തെ കാലത്ത് കോൾഗറ്റിൻ്റെ ആ നമ്മളെ ഞെക്കുമ്പോൾ കടന്നു വന്ന ആ റൗണ്ടിലെ ചെറുതായിരുന്നു. ഇവൻ പറഞ്ഞു കുറച്ചും കൂടി വലുതാക്കിയാൽ കോൾഗറ്റ് നല്ലോണം വിറ്റുപോകും, പെട്ടെന്ന് പിടിച്ച് ഞെക്കുമ്പോൾ പൊക്കോളൂലോ. അപ്പം വേഗം ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഒരു ട്യൂബ് മേടിക്കുന്നത് ഒരു മാസം ഉപയോഗിക്കുകയാണെങ്കിൽ, ഈ പയ്യൻ പറഞ്ഞ പ്രകാരം അത് വലുതാക്കുകയാണെങ്കിൽ 4 എണ്ണം വിൽക്കും. അതാരും ശ്രദ്ധിക്കാത്ത കാര്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും അത് ആലോചിച്ചപ്പോൾ ശരിയാ. ഇപ്പം നിങ്ങളുടെ കോൾഗറ്റ്, ഞാനൊക്കെ കോൾഗറ്റ് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ചെറിയ രീതിയിൽ ഈർക്കിളി കനത്തിലെ വരുള്ളൂ. ഇപ്പം നിങ്ങൾ കോൾഗറ്റ് പിടിച്ച് ഞെക്കുക, ഒന്നിച്ച് സാധനം പുറത്തു പോകും. സത്യമല്ലേ? അപ്പോൾ അവൻ പഠിച്ചവൻ കുറച്ചധികം അത് അവനെ പഠിപ്പിച്ചില്ല. ക്ലാസ്സിൽ പഠിപ്പിച്ചാണോ, ട്രെയിനിങ് പഠിപ്പിച്ചാണോ? അല്ല, നിങ്ങൾ അപകട മേഖലകൾ ഏതാണ്, വിജയിക്കേണ്ട മേഖലകൾ ഏതാണ്, എന്തുകൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഒരു കാര്യം പരാജയപ്പെടില്ല. എന്ത് കാര്യം കണ്ടാൽ
അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലായിരിക്കണം നിങ്ങളുടെ ട്രെയിനിങ്, നിങ്ങളുടെ പഠിത്തം മാത്രം പോരാ, പ്രാവർത്തികമാക്കണം. രക്ഷകർത്താക്കളെ വളരെയധികം വേദനിപ്പിക്കാതെ ഈ കോളേജിൽ വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സാറുമാരെയും ഈ കോളേജിനെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ പഠിച്ച് ക്യാമ്പസ് സെലക്ഷൻ കഴിഞ്ഞ് നന്നായി ഈ 19ാമത് ബാച്ചിൽ മുഴുവൻ കുട്ടികൾക്കും നല്ല ജോലി, നല്ല സാലറിയോട് കൂടി 10,000, 15,000, 20,000, 25,000 നിങ്ങളാരും പോകരുത്. നിങ്ങളൊക്കെ, ഞാനായാലും ഒരാൾ, ഇപ്പം ഇന്ന കാലത്ത് തന്നെ ഒരു പെൺകുട്ടിയെ എൻ്റെ ഡ്രസ്സ് വ്യാപാര രംഗത്തേക്ക്, ഞാൻ ഇപ്പോൾ ഡ്രസ്സിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കുട്ടി ഇന്ന് കാലത്ത് ഇൻ്റർവ്യൂ നടത്തി. അപ്പോൾ ആ കുട്ടി വന്ന് ചോദിച്ചതിന് മറുപടി ആ കൊച്ചിന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓൺലൈനിൽ വർക്ക് ചെയ്യാൻ ആ കൊച്ചിനെ വിളിച്ചേ. ഞാനത് ചോദിച്ചു, കുറച്ച് ഓർഡർ വന്നു, നീ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചോദ്യത്തിന് ഇൻ്റർവ്യൂവിന് മറുപടി പറഞ്ഞില്ല. എങ്കിലും ഞാൻ പറഞ്ഞു, നീ വന്ന് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. പുസ്തകം മാത്രം വായിച്ച പോരാ, നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. ഏതായാലും നമ്മുടെ ഉദ്ഘാടകനും അതുകൊണ്ട് ഈശ്വർ സാറും സെക്രട്ടറിയൊക്കെ നന്നായി തന്നെ കാര്യങ്ങൾ സംസാരിക്കും. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും 19ാമത് ബാച്ചിൽ പങ്കെടുക്കുന്ന കുട്ടികളോടും രക്ഷകർത്താക്കളോടും നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് തരുന്ന സാറുമാരോടും എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ നിങ്ങളെ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Lighting the lamp is in a way an invocation of the waves of knowledge and marks the initiation of an auspicious endeavor. We request our honorable chief guest to lead the ceremony and also request all the dignitaries to join him. Let us all rise for the same. Gurukulam, 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 Gurukulam. Shandagambhiramee Sakkalalayam, Ujjvala Vijnana Prakashapuritam, Atma Bodha Prabhavam Ye Aksharamucham, Navachaitanyadeepanam Ye Shastralayam. Gurukulam, 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 Gurukulam. Bharata Samskriti Vide Bhadram Bhadram. Thank you, everyone. Now is the best moment. We have Professor V. N. Rajshekharan Pillai as our chief guest. Professor V. N. Rajshekharan Pillai is a Vice Chancellor of Somaya Vidyavihar University. An elected fellow of Indian Academy of Sciences, Professor Rajshekharan Pillai is one among the top-cited chemistry researchers in the country. He created an internationally renowned research group in the area of polymer science. He was also a visiting research professor in the University of Lucerne, Switzerland. Professor V. N. Pillai was the vice chairman and chairman of the University of the Grants Commission, executive director of the National Assessment and Accreditation Council. He was vice chancellor of Indira Gandhi National Open University and chairman of the Distance Education Council. Vice Chancellor of Mahatma Gandhi University, Kottayam, and Vice Chancellor of Cochin University of Science and Technology. He was the Executive Vice President of the Kerala State Council for Science, Technology and Environment. Ex officio Principal, Secretary of the Department of Science and Technology, Government of Kerala, also Chairman of Kerala Coastal Zone Management Authority, and the Chairman of the Kerala Biotechnology Commission. He is also serving as the Chancellor of ICFAI University Tripura and as a Chairman. We are so honored to have such an eminent personality as a chief guest. With much gratitude, we welcome you, sir, for the inaugural address.
ശ്രീനാരായണ ഗുരുകുലം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികളുടെ 19ാമത് ബാച്ച് തുടങ്ങുന്ന ഈ വേളയിൽ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ കെ കർണൻ, പ്രസിഡൻറ്റ് ശ്രീനാരായണ ഗുരുകുലം SNGC ട്രസ്റ്റ്, എൻ്റെ സുഹൃത്തും പ്രശസ്ത ശാസ്ത്രജ്ഞനും ആയ ഡോക്ടർ യശോധരൻ, ഈ സ്ഥാപനത്തിൻ്റെ CEO, ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ കംത്രോസ് പൗൾ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ശ്രീമതി ഡോക്ടർ മിൽന സൂസൻ ജോസഫ്, ശ്രീ അനിലൻ, ശ്രീ ഗോപാലകൃഷ്ണൻ, എൻ്റെ സഹപ്രവർത്തകനും ഈ സ്ഥാപനത്തിൻ്റെ അക്കാഡമിക് അഡ്വൈസറുമായ പ്രൊഫസർ ഡോക്ടർ KR ദിവാകരൻ നായർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, പ്രൊഫസർ മധുസൂദനൻ വളരെ വർഷങ്ങളായിട്ട് എനിക്കറിയാം, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു, മറ്റ് ധാരാളം പുതിയ അധ്യാപകരെയൊക്കെ ഇന്ന് പരിചയപ്പെടാൻ ഇടകഴിഞ്ഞു. ഇതെല്ലാം ഇന്ന് ഈ യോഗത്തിന് വന്നതിൻ്റെ ഒരു നന്മയായിട്ട് ഞാൻ കാണുകയാണ്. പ്രിയപ്പെട്ട MBA 19ാമത് MBA ബാച്ച് വിദ്യാർത്ഥികളെ, അധ്യാപക സുഹൃത്തുക്കളെ, മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. മാനേജ്മെൻറ്റ് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 19ാമത് ബാച്ചാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. നിങ്ങൾക്കെല്ലാ നന്മയും എല്ലാ ജീവിതത്തിലും അതുപോലെ തന്നെ പ്രൊഫഷനിലും എല്ലാ നന്മയും ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. ഈ സ്ഥാപനത്തിലൂടെ അറിവും കഴിവും നേടി വലിയ മനുഷ്യസ്നേഹികളായ മാനേജ്മെൻറ്റ് വിദഗ്ധരായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ പേര് ശ്രീനാരായണ ഗുരുകുലം എഞ്ചിനീയറിംഗ് കോളേജ് എന്നാണ്. ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഞാൻ നിങ്ങളോടൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ, സംഘടന കൊണ്ട് ശക്തരാകുവിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ, സംഘടന കൊണ്ട് ശക്തരാകുവിൻ എന്നാണ് ശ്രീനാരായണ ഗുരു നമ്മളെ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ, ഒരുപക്ഷെ അല്ല തീർച്ചയായിട്ടും നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ഈ സമൂഹത്തിനെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു നന്മ നിറഞ്ഞ കൂടുതൽ പ്രവർത്തനശേഷിയുള്ള ഒരു സമൂഹമായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളും പ്രവൃത്തികളും നമ്മളെ ധാരാളം അതിനുവേണ്ടി സഹായിച്ചിട്ടുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല. സംഘടന കൊണ്ട് ശക്തരാകുവിൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് സ്റ്റുഡൻസിന് വളരെ സംഘടന എന്ന് പറഞ്ഞാൽ നമ്മൾ 10 പേര് സംഘടിക്കുക എന്ന് മാത്രമല്ല, സംഘാടനം, ഓർഗനൈസ് ചെയ്യുക, വിവിധ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുക, അതൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ നിങ്ങളുടെ സെക്കൻഡ് ഡിഗ്രിയാണ്, ഫസ്റ്റ് ഡിഗ്രി അല്ല, സെക്കൻഡ് ഡിഗ്രിയാണ്. ഒരു MBA മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഒരു സെക്കൻഡ് ഡിഗ്രിയാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി. വാസ്തവത്തിൽ ഇതൊരു ഫിനിഷിംഗ് ഡിഗ്രിയാണ്. നിങ്ങൾ ഡിഗ്രി കിട്ടി, ഡിഗ്രി തന്നെ ഒരു വലിയ അച്ചീവ്മെൻ്റാണ്, സംശയമൊന്നുമില്ല. ഈ രാജ്യത്തിൽ ഒരു ഡിഗ്രി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഒരു അച്ചീവ്മെൻ്റാണ്. നമ്മൾ കേരളത്തെ മാത്രം നോക്കരുത്, ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു ഡിഗ്രി കിട്ടുക എന്നത് തന്നെ വളരെ വളരെ വലിയൊരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു 70% ആളുകൾക്ക് ഒരുപക്ഷെ ഒരു ഡിഗ്രി പോലും കിട്ടാൻ ഈ രാജ്യത്ത് ഇന്നും സാധ്യതകളില്ല. അക്കാലത്താണ് ഇതുപോലെയുള്ള കോളേജുകൾ ഈ ഒരുപക്ഷെ ഒരു ഗ്രാമമായിരുന്ന
ഈ സ്ഥലത്ത് സ്ഥാപിച്ച് വിദ്യ കൊടുക്കാനും പ്രൊഫഷണൽ ഡിഗ്രി കൊടുക്കാനും ഒക്കെ ഇങ്ങനെയുള്ള സംഘടനകൾ മുൻപോട്ട് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ അതിനെ അഭിനന്ദിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്നുദ്ദേശിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷൻ ഈസ് ഫോർ എൻഹാൻസിങ്. ഇവിടെ മലയാളം അറിയാത്ത ആരും ഇല്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷും മലയാളവും കൂടെ ചേർത്തായിരിക്കും പറയുന്നത്. ആരും ഇല്ലല്ലോ, വെളിയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ ആരും ഇല്ലല്ലോ, ഇല്ല. എഡ്യൂക്കേഷൻ ഈസ് ഫോർ എൻഹാൻസിങ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ലൈഫ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ്. വിദ്യാഭ്യാസം ജീവിതത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്താനും ജീവിതത്തിൻ്റെ വിവിധ രീതികളുള്ള ഗുണമേന്മ ഉറപ്പുവരുത്താനുള്ളതാണ്. ലൈഫ് ആൻഡ് ലൈഫ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് എന്നാണ് പറയുന്നത്. ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തികളുടെ ജീവിതം മാത്രമല്ല, സമൂഹം, ഇതൊക്കെ തന്നെ സമൂഹഭാഗമാണ്. ഈ പ്രപഞ്ചം വിദ്യാഭ്യാസത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് ഓരോരുത്തർക്കും അല്ലെങ്കിൽ ഒരു മനുഷ്യ സമൂഹത്തിനൊരു വ്യതിരിക്തമായ ജീവിത രീതി സാധ്യമല്ല. നമ്മൾ ഈ പ്രപഞ്ചത്തെ സർവ്വചരാചരങ്ങളെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ ജീവിത രീതികളെല്ലാം മുൻപോട്ട് പോകുന്നത്. നമ്മൾ കാണുന്നു ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയൊക്കെ ഒത്തിരി നമ്മൾ വായിക്കുന്നു. അതുപോലെ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ വ്യക്തികളുടെ സമൂഹത്തിൻ്റെ ആത്മാവിഷ്കാരം, സെൽഫ് റിയലൈസേഷൻ നടക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെയും മനുഷ്യ സ്നേഹത്തിലൂടെയും കമ്പാഷൻ ിലൂടെയും സമാധാനപരമായ സഹവർത്തിത്വത്തിലൂടെയുമാണ്. മനുഷ്യത്വത്തിൻ്റെ സമാധാനപരമായ സഹവർത്തിത്വത്തിലൂടെയുമാണ്. അദ്ദേഹം പറഞ്ഞത് സെൽഫ് റിയലൈസേഷൻ ഈസ് പോസിബിൾ ഓൺലി ത്രൂ എഡ്യൂക്കേഷൻ. Then it is in the bracket, education is not just for the mind, education for the entire the spiritual and the physical side of it. That is also very clearly mentioned. Education, compassion and peaceful coexistence of humanity. ഇതാണ് വാസ്തവത്തിൽ മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയും. എന്താണ് ഇതൊക്കെയാണ് നിങ്ങൾ മാനേജ് ചെയ്യേണ്ടത്. ബിസിനസ് മാനേജ്മെൻറ്റ് നേരത്തെ പ്രസിഡൻറ്റ് സൂചിപ്പിച്ച അദ്ദേഹം വളരെ പ്രായോഗികമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വ്യക്തികൾ പണ്ടൊന്നും മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ ബികോം ഡിഗ്രി തന്നെ തുടങ്ങിയത് ഞങ്ങളൊക്കെ ഡിഗ്രി എടുത്തതിന് ശേഷം, അന്നൊന്നും ബികോം ഡിഗ്രി പോലും ഉണ്ടായിരുന്നില്ല ആദ്യകാലത്ത്. കോമേഴ്സ് ഒരു പ്രത്യേക പ്രാക്ടീസിൻ്റെ ഭാഗമായിരുന്നു, കോമേഴ്സ് തന്നെ. പിന്നെ ബികോം ഡിഗ്രി യൂണിവേഴ്സിറ്റികളിലൊക്കെ തുടങ്ങി. പിന്നെയാണ് മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷനിലേക്ക് വരുന്നത്. നിങ്ങൾക്കറിയാം, ആദ്യം PGDM തുടങ്ങി, പിന്നെ ഇപ്പോഴേതാണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ റെഗുലർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൂടെയും മറ്റ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെയും റെഗുലറിൽ കൂടെ ഏതാണ്ട് 1.25 lakh സ്റ്റുഡൻസാണ് റെഗുലർ MBA വരുന്നത് ഇന്ത്യയിൽ നിന്ന്. 1.75 lakhs ഏതാണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ കൂടെയും വരുന്നുണ്ട്. ഏതാണ്ട് 3 ലക്ഷം വിദ്യാർത്ഥികളാണ് MBA വിവിധ മാർഗങ്ങളിലും കൂടെ വരുന്നത്. നമുക്ക് അറിയാം, ഇവർക്കൊക്കെ ഒരുവിധമൊക്കെ എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. എങ്കിൽ തന്നെയും കണക്കനുസരിച്ച് ഏതാണ്ട് 40% ആളുകൾക്ക് മാത്രമേ അവരുടെ മേഖലയിൽ തന്നെ ഒരു ജോലി കിട്ടാൻ സാധിക്കുന്നുള്ളൂ. എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ടാവാം, അവരുടെ മേഖലയിൽ തന്നെ ഒരു മീനിങ് ഫുൾ എംപ്ലോയ്മെൻറ്റ് കിട്ടാൻ 40% ആളുകൾക്ക് കഴിയുന്നുള്ളൂ. അതുകൊണ്ട് എന്തൊക്കെ നിങ്ങളിവിടെ പഠിക്കുന്നത്, എഡ്യൂക്കേഷൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കൂടെ പഠിക്കുന്ന അറിവും കഴിവും നിങ്ങൾക്ക് തരും. നോളജ് ആൻഡ് സ്കിൽസ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ അറിവും കഴിവും ജീവിതത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുകയാണ്. ജീവിതത്തിൻ്റെ ഗുണമേന്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തെ മനസ്സിലാക്കണം, സമൂഹത്തിൻ്റെ ബിസിനസ് മനസ്സിലാക്കണം, പ്രകൃതിയെ മനസ്സിലാക്കണം, മനുഷ്യ പ്രയത്നങ്ങളുടെ രീതി മനസ്സിലാക്കണം, ബിസിനസ് എങ്ങനെയാണ് മുമ്പിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കണം, പുതിയ ടെക്നോളജികൾ എന്താണ് വരുന്നതെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അറിവും കഴിവും നേടണം. നോളജ് ആൻഡ് സ്കിൽസ്. ഈ നോളജ് ആൻഡ് സ്കിൽസ് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ, നേരത്തെ അദ്ദേഹം പറഞ്ഞു പശുവിനെ കറക്കാനൊക്കെ ഇല്ല എന്ന് പറഞ്ഞ പോലെ, ഞങ്ങളൊക്കെ പഴയ കാലത്ത് പറയുന്ന ഏട്ടിലെ പശു പുല്ലു തിന്നില്ല എന്ന് പറയും. അതായത് അതായത് പഠിച്ചത് കൊണ്ട്, ഈ പുസ്തകജ്ഞാനം കൊണ്ട് മാത്രം നമുക്കൊന്നും ചെയ്യാനൊക്കില്ല. അത് നമുക്കറിയാമല്ലോ, ധാരാളം പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ട്.
അതുകൊണ്ട് ഈ അറിവും കഴിവും ജീവിതത്തിന് സമൂഹത്തിന് ഉപകരിക്കണമെങ്കിൽ നിങ്ങൾ ഈ അറിവും കഴിവും ഉപയോഗിക്കേണ്ട സമൂഹം എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. സമൂഹം എങ്ങനെയാണെന്ന് ഇതിനോടൊപ്പം മനസ്സിലാക്കണം. വിദ്യാഭ്യാസത്തോടൊപ്പം ഈ അറിവും കഴിവും മനസ്സിലാക്കണം. ഞാൻ പറയാറുണ്ട്, ഈ അറിവും കഴിവും, നോളജ് ആൻഡ് സ്കിൽസ് എന്ന് പറയുന്നത് ഓൺലി ദ കോണ്ടെക്സ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. കോണ്ടെക്സ്റ്റ്, CONTEXT, കോണ്ടെക്സ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ, അത്ര മാത്രമേ ആകുന്നുള്ളൂ. ഈ കോണ്ടെക്സ്റ്റ്, ഈ നോളജ് ആൻഡ് സ്കിൽസും പ്രാവർത്തികമാക്കി മനുഷ്യനും സമൂഹത്തിനും പ്രപഞ്ചത്തിനും പ്രയോജനമാകണമെങ്കിൽ ഈ അറിവും കഴിവും എവിടേക്കാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്, ഏത് സമൂഹത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ സമൂഹത്തിൻ്റെ രീതി മാറിക്കൊണ്ടേയിരിക്കും. ഓരോ വർഷം കൂടുന്തോറും സമൂഹത്തിൻ്റെ രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കും. സമൂഹത്തിൻ്റെ രീതി കാലത്തിന് മാത്രമല്ല ദേശത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ കേരളത്തിലെ നമ്മുടെ ഈ കടയിരിപ്പിലെ സന്ദർഭമായിരിക്കില്ല ഉത്തരേന്ത്യയിലെ UP ഒരു ഗ്രാമത്തിൽ, അല്ലെങ്കിൽ ബോംബെയിൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ. അതുകൊണ്ട് ഈ കോണ്ടെക്സ്റ്റ്, അറിവിൻ്റെയും കഴിവിൻ്റെയും, നിങ്ങൾ നേടുന്ന അറിവിൻ്റെയും ഈ കഴിവിൻ്റെയും സന്ദർഭം മാറിക്കൊണ്ടേയിരിക്കും. വളരെ 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 ശീഘ്രത്തിൽ മാറിക്കൊണ്ടേയിരിക്കും. ഈ സന്ദർഭത്തെ മനസ്സിലാക്കി നിങ്ങളുടെ അറിവിനെയും കഴിവിനെയും രൂപാന്തരപ്പെടുത്തി അതിനെ ഉപയോഗിച്ചാലേ തീർച്ചയായിട്ടും ഈ അറിവും കഴിവും കൊണ്ട് പ്രയോജനം വരികയുള്ളൂ. അവിടെയാണ്, അല്ലാതെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ രീതികളുടെ പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല നമ്മൾ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പീപ്പിൾ, പ്ലാനറ്റ്, പ്രോഫിറ്റ്. ഇതൊക്കെ മനസ്സിലാക്കുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇത് മാറിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ പറയും. ഇപ്പം നമ്മൾ ഇന്നലെ റോഡിലെ കുഴി ഉണ്ടാകുന്നതും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് വിശദീകരണമൊക്കെ ഉണ്ടാകും. ശരിയാണ്, സത്യമാണ്. നമുക്ക് ക്ലൈമറ്റിനെ ചേഞ്ച് പ്രവചിക്കാൻ ഒക്കുന്നില്ല. മഴ വല്ലാത്ത രീതിയിൽ വരുന്നു, ചിലപ്പം ഒറ്റ മഴ ഇങ്ങോട്ട് വന്നിട്ട് നിൽക്കുന്നു, ഒക്കെ നമ്മൾ കാണാത്ത രീതികളൊക്കെ ഓരോന്നും പുതിയതായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുന്നു. സത്യമാണ്, യാഥാർത്ഥ്യമാണത്. അന്നേരം ഇതൊക്കെ മനസ്സിലാക്കാൻ ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെയുള്ള സാധ്യതകൾ അൺപ്രഡിക്റ്റബിൾ, അതായത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വയ്യാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ എന്താ വരുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല. നമ്മുടെ ഇന്ന് സോഷ്യൽ മീഡിയയും ടെക്നോളജിയും ഒക്കെ എത്രമാത്രം വളർന്നിരിക്കുന്നു. നമ്മൾ ആരെങ്കിലും ആലോചിച്ചോ, ഇന്നിപ്പോൾ ഞാനിവിടെ നിന്ന് നമ്മളെല്ലാം കൂടി ഇവിടെ ഒരുമിച്ചിരിക്കുന്നത് ലോകത്തിലുള്ളവർക്ക് എവിടെ വേണേലും ആർക്ക് വേണേലും കാണാം. ഇതൊന്നും ഒരിക്കലും സാധ്യമായിരുന്നില്ല. ഇന്നിപ്പോൾ ആർക്ക് വേണേലും, ഇന്ന് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തിലിരിക്കുന്ന ആർക്ക് വേണേലും കാണും. അതുതന്നെ ഒരുപക്ഷെ 10 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഈ ദിവസം സെപ്റ്റംബർ 15-ാം തീയതി 11 മണിക്ക് ഇവിടെ കടയിരിപ്പിലൊരു സ്ഥലത്ത് ഒരു കോളേജിൽ നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടിയിരുന്നു എന്ന് 10 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ക്ലിക്ക് ചെയ്താൽ അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് കിട്ടും, എവിടെയൊക്കെ കിട്ടും. ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവല്ലോ നമ്മൾ സാധിക്കുമായിരുന്നു ഉദ്ദേശിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് എന്തൊക്കെയാണ് പുതുമ വരുന്നത്, മാറുന്ന രീതികളെപ്പറ്റി മനസ്സിലാക്കണം. എങ്ങനെയാണ് മാറിയതെന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ് നമ്മൾ മാറിയത് എന്ന് മനസ്സിലാക്കണം. അതുപോലെയുള്ള മാറ്റങ്ങൾ ഒരുപക്ഷെ 10 മടങ്ങ് ശീഘ്രത്തിൽ അതുപോലെയുള്ള മാറ്റങ്ങൾ ഇനിയും വരാം എന്നുള്ളത് നിങ്ങൾ കാണണം. തീർച്ചയായിട്ടും വരുന്നത് നമ്മൾ ഓരോ ദിവസവും ഓരോ സെക്കൻഡും കാണുന്നു. അതനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നിങ്ങൾക്ക് കിട്ടുന്ന അറിവും കഴിവും ഒരു പുസ്തകം മാത്രമാണ്, ടെക്സ്റ്റ് മാത്രമാണ്. ഈ കോണ്ടെക്സ്റ്റ് അറിയാതെ, ഈ കോണ്ടെക്സ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും. ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് വെറും അറിവും കഴിവും മാത്രമല്ല. ഈ സന്ദർഭം എന്ന് പറയുന്നത് നമ്മുടെ ചിന്താധാരകളുണ്ട്, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളുണ്ട്, നമ്മുടെ ജീവിത രീതികളുണ്ട്, നമ്മുടെ രാഷ്ട്രീയ ചിന്താഗതികളുണ്ട്. ഇതെല്ലാം ആത്മീയതയും ഭൗതികതയും ഒക്കെ ഇതിനകത്തുണ്ട്. ഈ സന്ദർഭത്തിൽ ഇതൊന്നും പഠിക്കണം എന്നല്ല പറയുന്നത്. ഇതൊന്നും പഠിക്കാനൊക്കില്ല. വാസ്തവത്തിൽ ഇതൊക്കെ അനുഭവിക്കണം.
ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ഈ നോളജ് സ്പെസിഫിക്കായിട്ട് ഈ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുന്ന അറിവിൻ്റെയും കഴിവിൻ്റെയും കൂടെ അതിൻ്റെ സന്ദർഭത്തെപ്പറ്റി അതിൻ്റെ പറ്റി വിശാലമായിട്ട് ചിന്തിച്ച് അനുഭവങ്ങൾ കൂടെ മനസ്സിലാക്കണം. ഈ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ നമുക്കറിയാം, അധ്യാപകർ എന്നുള്ളതല്ല ഞങ്ങൾ ധാരാളം റിപ്പീറ്റ് ചെയ്യാറുള്ളതാണ്. എഡ്യൂക്കേഷൻ ഈസ് ടു ഗെറ്റ് നോളജ്, ടു ഗെറ്റ് സ്കിൽസ്, അറിവ്, കഴിവ് നേടാൻ. പിന്നെ ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ലേൺ. അതായത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നും പഠിക്കണം നമ്മൾ. എങ്ങനെയാണ് പഠിക്കേണ്ടത്, ലേണിംഗ് ടു ലേൺ. ആൻഡ് ദെൻ ലേണിംഗ് ടു ലീവ് ടുഗദർ. അതായത് എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കേണ്ടത് എന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ് എഡ്യൂക്കേഷൻ്റെ. മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഒരു എൻജിനീയറിംഗ്, സിവിൽ എൻജിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എന്നൊക്കെ പറയുന്നത് ഒരു സ്പെസിഫിക് ഏരിയയിലാണ്. പക്ഷേ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മാനേജിങ് ആൻ ആക്ടിവിറ്റി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഗോൾ സെറ്റ് ചെയ്യുന്നു. ആ ലക്ഷ്യത്തിലേക്ക് പോകേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാകണമെന്ന് നിങ്ങൾ കമ്പോണൻസ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ വെച്ച് ഇതെല്ലാം ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് അതൊക്കെ ഓരോന്നും എങ്ങനെയാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അതാണ് വിവിധ ആക്ടിവിറ്റീസ്. എന്നിട്ട് ആ ലക്ഷ്യം വിജയത്തോടുകൂടി പര്യവസാനിക്കണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നു. ഇതാണ് മാനേജ്മെൻറ്റ്. അന്നേരം നിങ്ങൾ ഓരോ ലക്ഷ്യം, ആദ്യം ഒരു ലക്ഷ്യം ഏത് മേഖലയിലാണ് നിങ്ങൾ വരേണ്ടത്, ആ ലക്ഷ്യത്തിനനുസരിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, വിവിധ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടതെന്ന് നിങ്ങൾ പ്രത്യേകം ആലോചിക്കുന്നു. ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വേറിട്ട് കാണാൻ നോക്കില്ല. ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സമൂഹത്തിൽ കൂടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. അന്നേരം എന്തൊക്കെ ഘടകങ്ങളാണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്, അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിജയ പരിസമാപ്തിയിലേക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിനെ കൊണ്ടുവരാൻ കഴിയും. അതാണ് വാസ്തവത്തിൽ മാനേജ്മെൻറ്റ്. ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ HR അല്ല എന്തൊക്കെ വിവിധ ബ്രാഞ്ചുകളില്ലേ, HR, ഹ്യൂമൻ റിസോഴ്സസ്, ടെക്നോളജി മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചർ, പ്ലാന്റേഷൻ മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഞങ്ങനെ ഒരു മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലുണ്ട്. വളരെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ധാരാളം ടെക്നോളജി മാനേജ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇമ്പീരിയൽ കോളേജുമായിട്ട് ലണ്ടനുമായിട്ട് ചേർന്ന് ഒരു ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ മാനേജ്മെൻറ്റ്, ധാരാളം മാനേജ്മെൻറ്റ് ഏരിയാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എല്ലാ വിഭാഗങ്ങളിലും എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെയുണ്ട് ധാരാളം. എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ്, എങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കണം. അതുപോലെ റൂറൽ മാനേജ്മെൻറ്റ് അറിയാമല്ലോ, നിങ്ങൾക്കറിയാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഇർമ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒത്തിരി മാനേജ്മെൻറ്റ്സ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ദേശീയ തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുപോലെ അഗ്രികൾച്ചർ, ഫിഷറീസ് മാനേജ്മെൻറ്റ്, എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്യേണ്ടതാണ്. അന്നേരം നിങ്ങൾ ഒരു ഓൾ എംബ്രേസിങ് ഡിസിപ്ലിനാണ്. നിങ്ങൾ വിഷയം മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഇവിടെ കൂടുതലും കോമേഴ്സ് വിദ്യാർത്ഥികളായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ രീതി അനുസരിച്ച് ഒരുപക്ഷെ നിങ്ങൾ കൂടുതലും കോമേഴ്സ് വിദ്യാർത്ഥികളായിരിക്കും. പക്ഷേ എനിക്കറിയാം ധാരാളം സ്ഥാപനങ്ങൾ എൻജിനീയറിംഗ്, ഒരു 70% എൻജിനീയറിംഗ് സ്റ്റുഡൻസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എൻജിനീയറിംഗ് അവർ MBAക്ക് ചേരുന്നവരറിയാം. കോഴ്സ് MBBS പാസ്സായി MBAക്ക് വരുന്നവർ ഉണ്ട്. വിവിധ മേഖലകളിൽ നിന്ന്. അതുപോലെ ഗവൺമെൻറ്റിൽ നിന്ന് IAS ഒക്കെ പാസ്സായി IASൽ വർക്ക് ചെയ്യുന്നവർ വീണ്ടും മാനേജ്മെൻറ്റ് പഠിക്കുന്ന ധാരാളം ഉണ്ട്. സ്പെസിഫിക് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവർക്ക് വേണ്ടിയിട്ട് കനഡി സ്കൂൾ ഓഫ് ഗവർണൻസ് എന്നൊക്കെ പറഞ്ഞ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ലണ്ടനിൽ സ്കൂൾ ഓഫ് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് പോലെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്. ഇവിടെയൊക്കെ തന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അവർക്ക് വീണ്ടും മാനേജ്മെൻറ്റിൻ്റെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു വന്നത് ഗെറ്റ് നോളജ്, ഗെറ്റ് സ്കിൽസ് ആൻഡ് ഹൗ ടു ലേൺ ഫർദർ, ലേണിംഗ് ടു ലേൺ and then learning to live together in a society in harmonious coexistence. ശ്രീനാരായണ ഗുരു നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തെ മനസ്സിലാക്കി സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മളിപ്പം ഇന്ന് കോമ്പറ്റീഷനല്ല ഇന്നത്തെ മന്ത്രം, കോപ്പറേഷനാണ്. നമ്മളിപ്പോൾ ഓരോരുത്തരും മത്സരിക്കുകയാണ്.
ഓരോരുത്തരും പ്രത്യേകിച്ചും സ്കൂൾ ലെവലിലൊക്കെ വളരെ വലിയ മത്സരമാണ്. അതൊക്കെ വേണം നിലയിലേക്ക് ഇത് വരുന്നതിന്. പക്ഷേ ഇന്ന് മാനേജ്മെൻറ്റുകളോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് കോപ്പറേഷൻ കൂടെയാണ്. വിവിധ തരം സഹകരിച്ച് പ്രവർത്തിച്ചാണ് നമുക്ക് ഒരു വിജയം നേടാൻ കഴിയുന്നത്. അതും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ നിങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ടാവും, ഗ്രൂപ്പ് സ്റ്റഡിയോ ഗ്രൂപ്പ് ലേണിങ്ങോ ഗ്രൂപ്പ് ടീം വർക്കിൽ കൂടി ഒരു പ്രോജക്റ്റോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? ഇതെല്ലാം ഒരു കോമ്പറ്റീഷൻ എന്നൊക്കെയുള്ള കോപ്പറേഷൻ, കൂടുതലൊരു കോപ്പറേഷൻ ഇൻ്റർനാഷണൽ ലെവലിലും ഗ്ലോബൽ ലെവലിലും ഇപ്പോൾ കോമ്പറ്റീഷൻ ആണെങ്കിലും പലരും കോപ്പറേഷനോട് കൂടി മുൻപിലേക്ക് വരാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമായിട്ട് കാണേണ്ടത്, ഇതിപ്പോൾ സെക്കൻഡ് ഡിഗ്രിയാണ്, ഫസ്റ്റ് ഡിഗ്രി പോലുമല്ല, സെക്കൻഡ് ഡിഗ്രിയാണ്, വലിയ ഹയർ ലെവൽ ഡിഗ്രിയാണ് MBA. നേരത്തെ നമുക്ക് എൻജിനീയറിംഗ്, ഡോക്ടർ, എൻജിനീയറിംഗ്, പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഇതായിരുന്നു 3 പ്രധാന പ്രൊഫഷൻസ് നമ്മുടെ ഉള്ളത്. ബാക്കിയുള്ളതെല്ലാം വലിയ പ്രൊഫഷൻസായിട്ട് കൺസിഡർ ചെയ്ത് എല്ലാം പ്രൊഫഷനാണ് എങ്കിലും 3 പക്ഷേ ഇപ്പോൾ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊഫഷനായിട്ട് മാറിയിരിക്കുകയാണ്. എൻജിനീയറിങ്ങും മറ്റു വിഷയങ്ങളും പഠിക്കുന്നവർ ഒരു മാനേജ്മെൻറ്റിലൂടെ പോകുന്നത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അതിനുവേണ്ടി വിവിധ ചെറിയ ക്യാപ്സ്യൂളുകൾ മാനേജ്മെൻറ്റിൽ കൊടുക്കുന്ന സംവിധാനങ്ങളുമുണ്ട്. ഇപ്പോൾ പുതിയ രീതിയിൽ മൈക്രോ ഡിഗ്രീസ് എന്നൊക്കെ പറയും, മൈക്രോ സർട്ടിഫിക്കേഷൻസ്, മൈക്രോ ക്രെഡൻഷ്യൽസ് എന്നൊക്കെ പറയും. അതായത് ഒരു ചെറിയ ഉദാഹരണത്തിന്, ഞാനിപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി, ഒരു സയൻസ് അധ്യാപകനാണ്, സയൻസ് ആൻഡ് ടെക്നോളജി ഗവേഷകനാണ്. എങ്ങനെ റിസർച്ച് മാനേജ്മെൻറ്റ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെൻറ്റ്, ഇതാണ്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു ഓഷ്യൻ മാനേജ്മെൻറ്റ്, ഇങ്ങനെ വിവിധ മേഖലകളിലും മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇവിടെ കിട്ടുന്ന ഒരു ഡിഗ്രി എന്ന് പറയുന്നത് വാസ്തവത്തിൽ അവസാനം അല്ല. നിങ്ങൾ ഒരു ഡിഗ്രി കിട്ടുക, ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കിട്ടുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾ അത് നല്ലപോലെ പഠിച്ചു, നിങ്ങൾ ടോപ്പിലേക്ക് വരിക. പക്ഷേ നിങ്ങൾ അതേസമയം ഈ ഡിഗ്രി 2 വർഷം കഴിഞ്ഞ് ഈ ഡിഗ്രി കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ചിന്തിക്കേണ്ടത്, ഞാനൊരു MBA ആണ്, തീർച്ചയായിട്ടും നിങ്ങളെല്ലാം MBA ആണ്, നല്ല റാങ്കിൽ നിങ്ങൾ പാസ്സായി, നല്ല മാർക്കുണ്ട്, നിങ്ങൾക്കെല്ലാം ഒരുവിധമൊക്കെ ജോലി കിട്ടും. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇതൊന്നും അല്ല, എനിക്കിനിയും ധാരാളം പഠിക്കാനുണ്ട്. വാട്ട് ഐ ഹാവ് ലേൺഡ് ഈസ് ദിസ് ഹാൻഡ്ഫുൾ, വാട്ട് റിമെയിൻസ് ടു ബി ലേൺഡ് ഈസ് ആസ് ബിഗ് ആസ് ദിസ് എർത്ത്, ആസ് ബിഗ് ആസ് ദിസ് യൂണിവേഴ്സ്. അങ്ങനെ ഒരു തോന്നൽ വരണം. അങ്ങനെ ഒരു തോന്നൽ വന്നാലേ നമുക്ക് പുതിയതിലേക്ക് പഠിക്കാൻ ഒക്കും. അതായത് കൂടുതൽ വിദ്യാഭ്യാസം നേടുന്തോറും നിങ്ങൾ കൂടുതൽ വിനയാന്വിതരായിട്ട് എനിക്ക് കൂടുതൽ പഠിക്കാനുണ്ട് എന്നുള്ളൊരു തോന്നൽ വേണം. അതായത് എനിക്ക് കിട്ടിയ ഈ ഡിഗ്രി അല്ലെങ്കിൽ ഒരു PhD, ഒരു MBA, ഇതൊക്കെ PhD എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റിസർച്ചിൻ്റെ ട്രെയിനിങ് എന്നാണ് പറയുന്നത്. ബസ് ട്രെയിനിങ്ങേ ആകുന്നുണ്ട്, അതിനുശേഷം വീണ്ടും യഥാർത്ഥത്തിൽ റിസർച്ച് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഏതൊരു ഡിഗ്രി MBA ഒരു മാസ്റ്റേഴ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാസ്റ്ററായി, ബിസിനസ് മാനേജ് ചെയ്യാൻ അറിയാം, ഇതൊക്കെ അറിയാം. പക്ഷേ മാനേജ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നൊരു തോന്നൽ വേണം. അതായത് നിങ്ങൾക്കൊരു ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡിഗ്രി തോന്നണം, ഇങ്ങനെ ഒരു ഹ്യൂമിലിറ്റി, ഒരു വിനയം തോന്നണം. ഞാനിത് ഇത്ര മാത്രമാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്, ഇനിയും ധാരാളം പഠിക്കാനുണ്ട് ജീവിതത്തിലൂടെ, അനുഭവത്തിലൂടെ, അതിനനുസരിച്ച് ഞാൻ പഠിച്ച് മുമ്പിലേക്ക് വരുമെന്നത്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് കൂടുതൽ പഠിക്കാനൊക്കെ ഉള്ളൂ. അത് വളരെ 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 പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ഡു, നോളജ് കിട്ടുക, സ്കിൽ നേടുക, ലേണിംഗ് ടു ലേൺ, എങ്ങനെയാണ് കൂടുതൽ പഠിക്കുന്നതെന്ന് മനസ്സിലാക്കുക, ലേണിംഗ് ടു ലീവ് ടുഗദർ. ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉത്ബോധനം പറഞ്ഞു, എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കുക, സഹവർത്തിത്വത്തോട് ജീവിക്കുക, എങ്ങനെയാണ് ഈ ഡൈവേഴ്സിറ്റികളെയൊക്കെ നമ്മൾ കാണുക, വിവിധ മതങ്ങൾ, വിവിധ ചിന്താരീതികൾ, ഇവയൊക്കെ എങ്ങനെ ഉൾക്കൊള്ളുക ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഇതൊക്കെ പ്രാധാന്യം അർഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതെല്ലാം കഴിഞ്ഞ് ലേണിംഗ് ടു അൺലേൺ, ദാറ്റ് ഈസ്, അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതായത് അൺലേൺ എന്ന് പറഞ്ഞാൽ ലേണിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഓഫ് ലേണിംഗ് ആണ് അൺലേണിങ്. അൺലേണിങ് ഈസ് നത്തിങ് ബട്ട് ത്രോയിങ് എവേ പ്രിജുഡിസസ്. ഞാനൊരു PhD കെമിസ്ട്രിയാണ്, ഞാൻ ഇന്നയാളാണ്, ഇനി ഇത്രയൊക്കെയാണ് എല്ലാമാണ്. പക്ഷേ ഞാൻ ഒന്നുമല്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു തോന്നൽ.
അതായത് ഞാൻ പഠിച്ച ഈ വിഷയം, ഞാൻ പഠിച്ച ഈ നോളേജ് ഈ സമൂഹത്തിന് ഒരുപക്ഷെ ഞാൻ ഒരു സമൂഹത്തിൽ പോയി പ്രവർത്തിക്കുമ്പം ഈ പഠിച്ച നോളേജ് ചിലപ്പോൾ അതുപോലെ ഉപയോഗിക്കാൻ ഒക്കത്തില്ല എന്ന് വരും. ചിലപ്പോൾ നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന നോളേജ് അപ്ലൈ ചെയ്യുമ്പം അത് പരാജയപ്പെട്ടു എന്ന് വരും. അതുകൊണ്ട് നിങ്ങളെന്നും പഠിക്കാൻ തയ്യാറായിരിക്കണം. പഠിച്ചത് നമ്മൾ ഒത്തിരി പഠിച്ചു, ആ പഠിച്ചതെല്ലാം തലയിൽ കയറി ഇരിക്കുകയാണ്. ഈ പഠിച്ചത് അങ്ങോട്ട് കളയാനുണ്ടല്ലോ, പഠിച്ചത് നമ്മുടെ തലയിൽ നിന്ന് കളയാൻ ഭയങ്കര പ്രശ്നമാണ്. പഠിച്ച് നമ്മൾ അകത്തിലേക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് അൺലേണിങ്. അൺലേണിങ് ഈസ് മച്ച് മോർ ഡിഫിക്കൽട്ട് ദാൻ ലേണിങ്. അൺലേണിങ് ഈസ് നത്തിങ് ബട്ട് ത്രോയിങ് എവേ പ്രിജുഡിസസ്. ഞാൻ ഇന്നതാണ് എന്നുള്ളൊരു തോന്നൽ, ഞാനെന്ന ഭാവം, ഞാൻ ഒരു അച്ചീവറാണെന്നുള്ള ഭാവം, ആ പ്രിജുഡിസസ് കളയാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ കൂടുതൽ പഠിക്കാനും കൂടുതൽ പ്രവർത്തിക്കാനും ഉയരങ്ങളിലേക്ക് വരാനും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനും കഴിയുള്ളൂ. അതാണ് വാസ്തവത്തിൽ നമ്മുടെ മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയായിട്ട് കാണേണ്ടത്. നിങ്ങൾ ചുറ്റും കാണുന്നത്, നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം ഈ കോളേജിൻ്റെ ക്യാമ്പസിലും കോളേജിലും പ്രോജക്റ്റ് വർക്കുമായിട്ടും ഇൻറ്റേൺഷിപ്പായിട്ടും ഒക്കെ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ പുറകിൽ എത്രമാത്രം വിശാലമാണ് ഈ ലോകം, എത്രമാത്രം മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാതെ എത്രമാത്രം മാനേജ്മെൻറ്റ് പരിശീലനങ്ങൾ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചു ഒക്കെ നടക്കുന്നു. അതൊക്കെ നിങ്ങൾ കാണണം. അങ്ങനെയാണ് വാസ്തവത്തിൽ നിങ്ങൾ വലിയ മാനേജേഴ്സിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ അവർക്ക് ഒരുപക്ഷെ MBA ഒരു ഡിഗ്രിയോ ഒന്നുമില്ലാത്തവരുണ്ടാവും. ഒരുപക്ഷെ അക്ഷരാഭ്യാസം ഇല്ലാത്തവർ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മാനേജേഴ്സായിട്ടുള്ള നിങ്ങൾക്കറിയാം ധാരാളം ആളുകളുണ്ട്. ഈ സമൂഹത്തിൽ അങ്ങനെയുള്ള രീതികൾ, ഇങ്ങനെയുള്ള ധാരാളം വൈവിധ്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പം നിങ്ങളുടെ മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ്റെ വ്യാപ്തി തന്നെ കൂടും. ഏതൊക്കെ മേഖലയിലാണ് എനിക്ക് പ്രവർത്തിക്കാൻ ധാരാളം മേഖലകളുണ്ട്. നമ്മുടെ നിരക്ഷരരായിട്ട ആളുകളെ മാനേജ് ചെയ്യുന്നത്, നമ്മുടെ വില്ലേജുകൾ മാനേജ് ചെയ്യുന്നത്, നമ്മുടെ കൃഷി മാനേജ് ചെയ്യുന്നത്, നമ്മുടെ പരിസ്ഥിതിയെ പരിപാലിക്കുന്നത്, നമ്മുടെ സമുദ്ര സമ്പത്തുകളെ പരിപാലനം ചെയ്യുന്നത്, ഇതൊക്കെ നമ്മളാണ് മാനേജ് ചെയ്യേണ്ടത്. ഇതൊക്കെ മാനേജ്മെൻറ്റ് തന്നെയാണ്. അതിനുള്ള ഒരു വളരെ പ്രാഥമികമായ ഒരു 2 വർഷത്തെ പരിശീലനം മാത്രമാണ് നിങ്ങൾ നേടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു. അവിടെയാണ് നിങ്ങൾ ജയിക്കുന്നത്. ആ ഒരു ചിന്താഗതി, ആ ഒരു ഓപ്പൺനെസ്സിലേക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസം പോകണം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പഠിക്കുന്ന നിങ്ങൾക്ക് ഈ സമൂഹത്തെ നിങ്ങളുടെ ഗ്രാമത്തെ, നമ്മുടെ വീടിനെ അറിയണം, നമ്മുടെ ഗ്രാമത്തെ അറിയണം, നമ്മുടെ സമൂഹത്തെ അറിയണം, നമ്മുടെ രാജ്യത്തെ അറിയണം, നമ്മുടെ ചിന്താധാരയെ അറിയണം, നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെപ്പറ്റി അറിയണം, ഈ ലോകം എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയണം, എങ്ങനെയാണ് ലോകം ഇതുവരെ മാറിയത് എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ അറിവും കഴിവും നേടിയാൽ എന്നും നിങ്ങളിത് സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കും. അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഇതിന് ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളുടെ നന്ദി സൂചിപ്പിച്ചുകൊണ്ടും വളരെ ഒരു വലിയ അവസരമായിട്ട് നിങ്ങളെല്ലാം പരിചയപ്പെടാൻ കഴിഞ്ഞത് വളരെ ഒരു അവസരമായിട്ടും ഞാൻ കാണുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഞാനൊരു ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. Now we invite Sree K.K. Karnan to present our token of love for our guest of honor. Now, let us welcome Sree Anilan R, Secretary, SNGC Trust, for special address. Sir, please. എത്രയും ബഹുമാനപ്പെട്ട ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കർണൻ അവர்களே,
ഈ പ്രൊഫസർ ഡോക്ടർ VN രാജശേഖരൻ പിള്ളൈ അവർകളെ കോളേജിൻ്റെ CEO ഡോക്ടർ EB യശോധരൻ, പ്രിൻസിപ്പാൾ ഡോക്ടർ കെംതോസ് പോൾ, അക്കാഡമിക് അഡ്വൈസർ ഡോക്ടർ ദിവാകരൻ നായർ, അഡ്മിഷൻ കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ബിജു, ബഹുമാനായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ മിൽന ജോസഫ്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവികളെ, അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷകർത്താക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പത്തൊൻപതാമത് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്ത് ഈ കോളേജിൽ MBA പഠിക്കുന്നതിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ അവരുടെ രക്ഷാകർത്താക്കളെയും ഈ അവസരത്തിൽ ഞാൻ മുഗ്ധകണ്ഠം അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല ഒരു ചോയ്സ് നടത്തിയിട്ടുണ്ട്. ഗുരുകുലം എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു വരുന്ന MBA അത് നിങ്ങൾ ഓപ്റ്റ് ചെയ്ത് ഇവിടെ 2 കൊല്ലം പഠിച്ച് MBA കംപ്ലീറ്റ് ചെയ്യാം എന്ന് തീരുമാനമെടുത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി, വലിയൊരു വിജയത്തിൻ്റെ പാതയിലേക്കുള്ള ഒരു വലിയ വഴിത്തിരിവായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. മുൻ ബാച്ചുകൾ ഇപ്പോൾ 19ാമത് ബാച്ചാണ്, 18 ബാച്ചുകൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ഇറങ്ങിയ 18 ബാച്ചുകളിലെയും മിടുക്കന്മാരും മിടുക്കികളും ആയിട്ടുള്ള എല്ലാ കുട്ടികളും വളരെ നല്ല പൊസിഷനിൽ നല്ല നല്ല കമ്പനികളിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായിട്ടൊക്കെ വളരെ അഭിമാനകരമായിട്ട് അവരുടെ പ്രൊഫഷണൽ ലൈഫ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ അലുമിനി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ MBAയുടെ അലുമിനിയുടെയൊക്കെ ഗെറ്റ് ടുഗദറെല്ലാം നടത്താറുണ്ട്. വളരെ ഉയർന്ന പൊസിഷനിലിരിക്കുകയാണ് പല ആളുകളും. നമുക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇപ്പോൾ അത്തരം ഉന്നതമായ പദവികൾ അലങ്കരിക്കുന്നു എന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടുന്ന മറ്റൊരു വസ്തുത, MBA തുടർന്ന് നിങ്ങൾക്ക് PhD ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഇവിടെ അവസരമുണ്ടെന്നുള്ളതാണ്. ഇതൊരു ഗവേഷണ കേന്ദ്രം കൂടിയാണ്. കേരളത്തിൽ അധികം കോളേജുകളിൽ അത്തരത്തിലുള്ള റിസർച്ച് സെൻ്ററുകളില്ല. Those who are having intentions to continue to pursue your education further and to get a PhD degree are most welcome. They can pursue their education and get a PhD degree very easily from this college, from the very campus where you have secured admission. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം ഒക്കെ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചു. വളരെ നല്ല പ്ലേസ്മെൻറ്റും നല്ല ട്രെയിനിങ്ങും
ഇവിടുന്ന് കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നോളജും സ്കില്ലും, അതോടൊപ്പം തന്നെ ആറ്റിറ്റ്യൂഡ്. നോളജ്, സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ്, ഇത് മൂന്നും വളരെ നല്ല രീതിയിൽ ഒരു വ്യക്തിയിൽ സമ്മേളിക്കുമ്പോഴാണ് ആ വ്യക്തി യഥാർത്ഥത്തിൽ ഒരു നല്ല ആ പ്രകാരത്തിൽ എംപ്ലോയബിളാകുന്നത്, ഒരു ജോലിക്ക് യോഗ്യനാകുന്നത്. നേരത്തെ പ്രസിഡൻറ്റ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, പുസ്തകം വായിച്ച് തിയറി കുറേ പഠിച്ചത് കൊണ്ട് മാത്രം ഒരാൾ ഒരു നല്ല ജോലിയിലേക്ക് എംപ്ലോയബിൾ ആകുന്നില്ല. എംപ്ലോയർ നോക്കുന്നത് അയാളെ നിയമിക്കാൻ പോകുന്ന വ്യക്തിയിൽ വേറെ കുറേ ഗുണവിശേഷങ്ങളുണ്ട്. രാജശേഖരൻ സാറ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു അൺലേണിംഗ് പ്രോസസ്സ് നടക്കേണ്ടതുണ്ട്. അൺലേണിംഗ് അത് നമ്മൾ കൂടുതൽ പഠിക്കും തോറും, വിദ്യ ആർജിക്കും തോറും നമ്മളിൽ ആ ഒരു വിനയഭാവവും അതുപോലെ തന്നെ സമൂഹത്തോടുള്ള നമ്മുടെ ഒരു കടപ്പാടുമൊക്കെ വർദ്ധിച്ചു വരേണ്ടതാണ്. സാർ വളരെ ക്ലിയറായിട്ട് അത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നാം ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മളെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകണം. യഥാർത്ഥത്തിൽ ആ സമൂഹത്തിൽ നിന്ന് പലതും പറ്റിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. നമ്മൾ ആ സമൂഹത്തിലേക്ക് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ കുടുംബം, സമൂഹം, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. നമ്മൾ വളരെ നല്ല ഒരു സാമൂഹ്യ ബന്ധങ്ങളിലൂടെയും അതുപോലെ തന്നെ നല്ല ഈ ഏറ്റവും പുതിയ സാങ്കേതിക മേഖലകളിൽ നല്ല വൈദഗ്ധ്യം ആർജിച്ചുകൊണ്ട് ഏറ്റവും കാര്യക്ഷമമായിട്ട് ഏറ്റവും ആധുനികമായ സാങ്കേതികവിദ്യ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏത് തരത്തിൽ മാനേജ് ചെയ്യാം എന്നും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലത്തെ പ്രശ്നങ്ങളല്ല ഇന്ന്. ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വലിയ മേഖല തന്നെയുണ്ട്. നിങ്ങൾ MBA അതെല്ലാം കവർ ചെയ്യും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലതരം ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ അത്തരത്തിൽ ഒന്നാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള ചില ക്വാളിറ്റികളിൽ പെടുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഫാക്ടർ, ഒരു പാരാമീറ്റർ, ക്രൈസിസ് മാനേജ്മെൻറ്റ് എബിലിറ്റി. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അത്തരം പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ഒരു തൊഴിൽ തേടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ക്രൈസിസ് ധാരാളം ഉണ്ടായെന്നിരിക്കും. എങ്ങനെ മാനേജ് ചെയ്യും? ജീവിക്കുമ്പോൾ ക്രൈസിസ്, ഫാമിലിയിൽ ക്രൈസിസ്, സമൂഹത്തിൽ ക്രൈസിസ്. നിങ്ങളിവിടെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ പലതരം ക്രൈസിസ്. ഹൗ ടു മാനേജ് all those situations. You will be surprised to see how you develop yourself in terms of your all-round personality while you are doing your MBA here. നമുക്ക് അത്തരത്തിൽ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീം ഓഫ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. യു വിൽ ഗെറ്റ് എ വേൾഡ് ക്ലാസ് MBA training, and at the same time you will also be getting ample opportunities for getting placed in reputed companies. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം. ചുമ്മാ അങ്ങ് ഇരുന്നിട്ട് കാര്യമില്ല. ഇവിടെ MBAക്ക് ഒരു അഡ്മിഷൻ കിട്ടി, ഇനി എല്ലാം കഴിഞ്ഞു, ഞാനിങ്ങനെ ഇരുന്നാൽ മതി എന്ന് വിചാരിക്കാൻ പറ്റില്ല. യു ഹാവ് ടു ടേക്ക് എഫേർട്സ് ഓൺ യുവർ റോൾ. നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു ഡയറക്ഷനും മാർഗനിർദ്ദേശങ്ങളുമൊക്കെ തരും. നമ്മൾ അതനുസരിച്ച് നമ്മൾ എഫേർട്ട് എടുക്കണം. വിജയം സുനിശ്ചിതം. എല്ലാവർക്കും ആശംസകൾ. ഇന്ന് ഈ അവസരത്തിൽ എല്ലാവരെയും കാണാൻ സാധിച്ചതിലും
എൻ്റെ ഈ ഫംഗ്ഷന് പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള നന്ദി. പ്രത്യേകിച്ച് രാജശേഖരൻ സാറിനെ പോലുള്ള മഹത് വ്യക്തികളെയൊക്കെ ഇങ്ങനെ പരിചയപ്പെടാനും അടുത്ത് കൂടുതലായിട്ട് ക്ലോസായിട്ട് സംസാരിക്കാനും ഒക്കെ കിട്ടിയ ഒരു അവസരം, അത് ഓർത്തുകൊണ്ട് എല്ലാവർക്കും നന്ദിയും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Thank you, sir. Now, with much respect, let us welcome Dr. Mba Is of SNGC for the special address. The stage is all yours, sir. Respected President of this event, Sree K. Karnan, our distinguished guest of the day, Professor Dr. V. N. വേദിയിലും സദസ്സിലുമുള്ള മറ്റ് പ്രമുഖ വ്യക്തികളെ, dear parents and my dear friends. First of all, let me congratulate the beautiful young men and women sitting here for securing admission for MBA in a very important, very prestigious institution. Let me also congratulate the parents present here and also all the parents of the students for having selected the SNGCE as the institution of their choice for the MBA program of their wards. I am very confident that with passing of time, they will understand that they have taken the right decision. ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാനിന്ന് കാണുന്നത്, ഇന്നത്തെ ഈ MBA പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ ലഭിച്ചത് തന്നെ നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും നല്ല എഡ്യൂക്കേഷനിസ്റ്റുമാരിൽ ഒരാൾ, നല്ലൊരു റിസർച്ചർ, നല്ലൊരു സയൻറ്റിസ്റ്റ്, നല്ലൊരു സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേറ്റർ എല്ലാമായ പ്രൊഫസർ വി എൻ രാജശേഖരൻ പിള്ളയാണ്. അദ്ദേഹമാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് എന്നത് തന്നെ ഈ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ്. ഞാൻ വളരെ ധാരാളം മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ടുഡേ മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ കോഴ്സസ് ഇൻ ദ ജോബ് മാർക്കറ്റ്. കാരണം നമുക്ക് ജോലി കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ല എഡ്യൂക്കേഷണൽ കോഴ്സ് മാനേജ്മെൻറ്റാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നിത്യജീവിതവുമായി അത്രയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് മാനേജ്മെൻറ്റ്. നമ്മൾ ചുറ്റും നോക്കിയാൽ കാണുന്ന എന്തിലും ഏതിലും യു ക്യാൻ സി എ മാനേജ്മെൻറ്റ് കണ്ടൻറ്റ് ആൻഡ് എ മാനേജ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, എ മാനേജ്മെൻറ്റ് പൊട്ടൻഷ്യൽ. നമ്മൾ സ്വന്തം വീട്ടിലെ കാര്യം തന്നെ എടുക്കുക. നമ്മുടെ വീട്ടിലെ അമ്മ വീട്ടമ്മ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാരുമാകാം. വീട്ടുകാര്യങ്ങൾ നോക്കുന്ന നമ്മളുടെ വീട്ടമ്മ, ഞാൻ പറഞ്ഞ ഗ്രാൻഡ് മദറാകാം, മദറാകാം, സിസ്റ്ററാകാം, ആരുമായിക്കോട്ടെ. രാവിലെ ഒരു 5 മണിക്ക് ഉണർന്ന ശേഷം തുടങ്ങുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക. എത്രയധികം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്, എത്രയധികം മാനേജ്മെൻറ്റ് കണ്ടൻറ്റ് ആ അമ്മയുടെ പ്രവർത്തനങ്ങളിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. 5 മണിക്ക് എഴുന്നേൽക്കുന്ന അമ്മ തന്നെ ഒരുപക്ഷെ ആദ്യം ചെയ്യുന്നത് വീട്ടിലേറ്റവും പ്രായമായ ഒരാളിന് ഒരുപക്ഷെ ഒരു കപ്പ് ചായയോ ഒരു ഗ്ലാസ് വെള്ളമോ കൊടുക്കുകയായിരിക്കും. പലപ്പോഴും വീട്ടിലെ ബെഡ്രിഡൻ പേഷ്യൻ്റായിട്ട് ഒരാളുണ്ടാകാം, അല്ലെങ്കിൽ വളരെ പ്രായമായി പ്രത്യേക ശ്രദ്ധ വേണ്ട ഒരാളുണ്ടാകാം. ആ ആളിനെ ആദ്യം അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ഒരുപക്ഷെ അമ്മ ചെയ്യുന്നത്. ഒരുപക്ഷെ മരുന്ന് കൊടുക്കുകയാകാം. അതായത് ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്, ഹെർ ഡേ സ്റ്റാർട്ട്സ് വിത്ത് ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്. അത് കഴിഞ്ഞ് പല കാര്യങ്ങളിൽ ചെയ്യുന്നത് വരുമ്പോഴാണ് ഒരുപക്ഷെ ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് അമ്മയ്ക്ക് എത്തേണ്ടി വരിക. ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സോ മെനി ഫാക്ടേഴ്സ്. ഒന്ന്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് ഹസ്ബൻഡാകാം, അമ്മയാകാം, അച്ഛനാകാം, കുട്ടികളാകാം. ഇവർക്കെല്ലാം പല ടേസ്റ്റാകാം, പല ചോയ്സാകാം. പക്ഷേ ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ഓരോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒരിക്കലും അമ്മയ്ക്ക് കഴിയില്ല, സമയം ഉണ്ടാവില്ല. സോ ഷീ ഹാസ് ടു ടേക്ക് എ ഡിസിഷൻ വിച്ച് വിൽ സാറ്റിസ്ഫൈ all these people with a different taste. That's a very important HRD decision, human resource development decision, how to manage the taste of all these people. ഇതെല്ലാം കുട്ടികൾ 8 മണിക്ക് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ടിയിരിക്കുന്നു. There's a very big component of time management. And ultimately the decision on the breakfast itself, what is the material available at home,
What kind of breakfast can be made? It depends on the kind of raw material available at home. The resource management, material management. അങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് ആ വീട്ടിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആ അമ്മ പോലും അറിയാതെ എത്രയധികം മാനേജ്മെൻറ്റ് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും, എത്രയധികം മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എവിടെ നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും യു ക്യാൻ സി എ മാനേജ്മെൻറ്റ് കണ്ടൻറ്റ് ദെയർ. നമ്മളിപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യം, നമ്മളിപ്പോൾ നാട്ടിൽ മുഴുവൻ നമുക്കറിയാം തട്ടുകടകൾ, എല്ലായിടത്തും തട്ടുകടകളുണ്ട്. രാത്രി 9 മണിക്ക് തുടങ്ങി രാത്രി 12 മണിക്ക് ഷട്ടർ ഇടുന്ന അടച്ചു പോകുന്ന തട്ടുകടകൾ. നമ്മൾ നോക്കുമ്പോൾ അതൊരു തട്ടുകട. പക്ഷെ ആലോചിച്ച് നോക്കും, ഒരു തട്ടുകട നടത്തുന്നതിൽ യഥാർത്ഥത്തിൽ എത്രയധികം മാനേജ്മെൻറ്റ് ആസ്പെക്ട്സിൽ ഇൻവോൾവ് ആണെന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ദ സെലക്ഷൻ ഓഫ് ദ ലൊക്കേഷൻ ഇറ്റ് സെൽഫ്. എവിടെയാണ് നിങ്ങൾക്ക് തോന്നുന്നിടത്തെല്ലാം പോയി തട്ടുകട ഇട്ടിട്ട് കാര്യമില്ലല്ലോ. കടയിൽ ഇപ്പോൾ കോളേജിൻ്റെ മുന്നിൽ തട്ടുകട ഇട്ടിട്ട് ആരും വരില്ലല്ലോ. സോ യു ഹാവ് ടു സെലക്ട് ദ റൈറ്റ് ലൊക്കേഷൻ. ദാറ്റ്സ് എ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ആസ് ഫാർ ആസ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ തട്ടുകട ഈസ് കൺസേൺഡ്. രണ്ടാമതിൻ്റെ ലോജിസ്റ്റിക്സ്. അതുവഴി യാത്ര ചെയ്യുന്ന ആരൊക്കെയാണ്? ആ യാത്ര ചെയ്യുന്നതിൻ്റെ പ്രൊഫൈൽ എന്താണ്? ഒരു കാറിൽ വരുന്നു, ബൈക്കിൽ വരുന്നു, ബസ്സിൽ വരുന്നു, എത്ര ആൾക്കാർ ഓൺ ആൻ അപ്രോക്സിമേറ്റ്ലി അവിടെ ആഹാരം കഴിക്കാൻ നിർത്താൻ സാധ്യതയുണ്ട്? അവരുടെ ഡെമോഗ്രാഫിക് പ്രൊഫൈൽ എന്താണ്? തമിഴനാണോ, മലയാളിയാണോ, പഞ്ചാബിയാണോ, ബംഗാളിയാണോ? എന്ത് തരം ആഹാരമാണ് അവർ കഴിക്കുക രാത്രി 9-നും 12 മണിക്കും ഇടയ്ക്ക്? ഏതൊരു ആംബിയൻസിലായിരിക്കും അവർ കൂടുതൽ ആഹാരം ഓർഡർ ചെയ്ത് കഴിക്കാൻ സാധ്യതയുള്ളത്? നമ്മുടെ പ്രസിഡൻറ്റ് പറഞ്ഞതുപോലെ ആ ടൂത്ത് പേസ്റ്റിൻ്റെ കാര്യം തന്നെയാണ് ഇവിടെ. ഏത് സാഹചര്യത്തിലാണ് അവർ കൂടുതൽ ആഹാരം കഴിക്കാൻ സാധ്യതയുള്ളത്? അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ വിശകലനം ചെയ്ത ശേഷം ആണ് യഥാർത്ഥത്തിൽ ഒരു തട്ടുകട തുടങ്ങേണ്ടത്. പലരും തുടങ്ങുന്നത് അങ്ങനെ തന്നെയായിരിക്കും, പക്ഷേ നമ്മളാരും അതിനെ ഒരു എക്സാമ്പിൾ ഓഫ് ഗുഡ് മാനേജ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയാറില്ല. തട്ടുകടയെന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും ലഘുവായി തോന്നുമെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ ഓൾ ഫാസ്റ്റ് ഫുഡ് ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് എല്ലാം തുടങ്ങിയതും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ടൊരു ഗ്ലോറിഫൈഡ് തട്ടുകടയുടെ രൂപത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് ചെയിൻ എന്ന് നമ്മളുടെ എല്ലാം മനസ്സിൽ ആദ്യം വരുന്നത്, പേര് നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല, മക്ഡൊണാൾഡ്സ്. ദ മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് ബ്രാൻഡ് ഇൻ ദ വേൾഡ് ഫോർ മെനി ഇയേഴ്സ് സക്സസീവ്ലി ടുഗദർ വിത്ത് കൊക്കക്കോള. ഏറ്റവും കൂടുതൽ ബ്രാൻഡ് ഐഡൻറ്റിഫിക്കേഷനുള്ള പ്രോഡക്റ്റാണ് മക്ഡൊണാൾഡ്. ഈ മക്ഡൊണാൾഡ് ആരംഭിച്ചത് തൊഴിലില്ലാതെ നടന്ന നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള 2 ചെറുപ്പക്കാർ, മോറിസ് മക്ഡൊണാൾഡ് ആൻഡ് റിച്ചാർഡ് മക്ഡൊണാൾഡ്. കാലിഫോർണിയയിലെ ഒരു വളരെ ചെറിയ ടൗണിൽ അവർ തുടങ്ങിയ തട്ടുകടയാണ് ഇന്ന് നമ്മൾ മക്ഡൊണാൾഡ് എന്ന് ലോകം മുഴുവൻ വാഴ്ത്തുന്ന ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ്. ആകെപ്പാടെ അവർ ചെയ്തു, അന്ന് വരെ ബ്രെഡ് നമ്മൾ ഫ്ലാറ്റായിട്ടാണ്, നമ്മൾ പരന്ന രൂപത്തിലാണ് ബ്രെഡ് കിട്ടിയത്. അവരതിന് ചെറിയൊരു മാറ്റം വരുത്തി ബണ്ണിൻ്റെ രൂപത്തിലാക്കി. അതിന് നടുവിലൊരു ചെറിയ മീറ്റ് പീസും വെച്ചു, അതിൻ്റെ കൂടെ കുറച്ച് പൊട്ടറ്റോ. ഇന്നത്തെ ഫ്രഞ്ച് ഫ്രൈസ് അല്ല, ജസ്റ്റ് നോർമൽ കൈൻഡ് ഓഫ് പൊട്ടറ്റോ. അതിലാണ് മക്ഡൊണാൾഡിൻ്റെ തുടക്കം. ആസ് എ ടിപ്പിക്കൽ തട്ടുകട മാത്രം, തെരുവിൽ വെച്ചിട്ട്. അത്യാവശ്യം ബിസിനസ്സൊക്കെ പിക്കപ്പ് ചെയ്തപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞ് അവർ സാൾട്ട് ലേക്ക് സിറ്റി എന്ന് പറയുന്ന യൂട്ട അമേരിക്കൻ സംസ്ഥാനത്തെ സിറ്റിയിൽ 2ാമത്തെ മക്ഡൊണാൾഡ് തുടങ്ങി. പിന്നെ അവരൊരിക്കലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ആലോചിച്ച് നോക്കും, ഇന്ന് നമ്മൾ കാണുന്ന നമ്മളെല്ലാവരും ഒരു ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന മക്ഡൊണാൾഡ് കോർപ്പറേഷൻ, ദ ബിഗ്ഗസ്റ്റ് ഫാസ്റ്റ് ഫുഡ് ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഇൻ ദ വേൾഡ്, ബസ് ഒള്ളി എ തട്ടുകട. ഇപ്പോഴും ഒരു തരത്തിൽ ആലോചിച്ചാൽ എല്ലാ മക്ഡൊണാൾഡ് റെസ്റ്റോറൻറ്റ്സും എല്ലാ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സും ഒരു ഗ്ലോറിഫൈഡ് തട്ടുകട തന്നെയാണ്. അതുപോലെ തന്നെ KFC, കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ. എനിക്കും എൻ്റെ കുട്ടികൾക്കും എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രനും ഏറ്റവും ഫേവററ്റ് ആഹാരമാണ്. ഈ പ്രായത്തിലും എൻ്റെ ഫേവററ്റ് സാധനം KFC തന്നെയാണ്. അതുകൊണ്ട് ഇടയ്ക്ക് പറയട്ടെ, ഞങ്ങളൊക്കെ പഠിക്കുന്നു KFC എന്ന് കേട്ടാൽ ഞങ്ങളൊക്കെ പഠിച്ചത് കേരള ഫിനാൻസ് കോർപ്പറേഷനാണ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. എന്തോ? അതെ, KFC ആണ്.
ഇന്നിപ്പോൾ KFC എന്ന് പറഞ്ഞ് ഇന്നത്തെ തലമുറയിലുള്ള എല്ലാവർക്കും KFC കെൻറ്റക്കി ഫ്രൈഡ് ചിക്കനാണ്. ഈ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ ആരംഭിച്ചത് മക്ഡൊണാൾഡിനേക്കാളും പരിതാപകരമായ കണ്ടീഷനിലെ ഒരു തട്ടുകടയായിട്ടാണ്. കേണൽ സാൻഡേഴ്സ് എന്ന് പറയുന്ന അമേരിക്കൻ ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാൾ. അദ്ദേഹത്തിന് റിട്ടയർ ചെയ്ത് അത്യാവശ്യം ജീവിക്കാൻ പൈസയുണ്ട്, പക്ഷേ ജീവിതം ബോറായി എന്തെങ്കിലും പുതുതായി ചെയ്യണമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ ഒരു ഐഡിയ ഉണ്ട്. എന്തുകൊണ്ട് അന്ന് അമേരിക്ക ആലോചിക്കുക, 1930s and 40s അമേരിക്ക ഡിപ്രഷൻ്റെ കാലമാണ്. ആൾക്കാരുടെ പൈസയില്ല, ജോലിയില്ല, വലിയ റെസ്റ്റോറൻറ്റുകളെല്ലാം അടച്ചു പൂട്ടുന്നു, അവിടെ പോകാൻ ആളില്ല. അപ്പോഴാണ് പുള്ളിക്കൊരു ഐഡിയ തോന്നിയത്, എന്തുകൊണ്ട് നമുക്ക് ഈ ചിക്കൻ ലെഗ്സ് അത് അതുവരെ ഫ്രൈഡ് ഫുഡ് അമേരിക്കയിൽ അത്ര പോപ്പുലർ ആയിരുന്നില്ല. ചിക്കൻ്റെ ഫ്രൈഡ് ലെഗ്സ് ഉണ്ടാക്കി വിറ്റുകൂടാൻ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കെൻറ്റക്കി എന്ന സംസ്ഥാനത്തിലെ ഒരു വളരെ ചെറിയ ടൗണിലെ റോഡിൽ, നിങ്ങളതിൻ്റെ ഹിസ്റ്ററി വായിച്ചാൽ അറിയാം, റൂഫ് പോലും ഇല്ലാത്ത ഒരു ബെഞ്ചും ഒരു ഡെസ്കും ബെഞ്ചും വെച്ചിട്ടാണ് ആദ്യമായി കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ തുടങ്ങിയത്, KFC. ആ KFC ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, എന്തുകൊണ്ട് KFC അങ്ങനെ ഒരു തട്ടുകടയായ KFC നാം അറിയുന്ന KFC ആയി, ഒരു തട്ടുകടയായി തുടങ്ങിയ മക്ഡൊണാൾഡ് എങ്ങനെ നമ്മൾ അറിയുന്ന മക്ഡൊണാൾഡായി. അവിടെയാണ് മക്ഡൊണാൾഡ് ബ്രദേഴ്സും കേണൽ സാൻഡേഴ്സും എടുത്ത ശരിയായ തീരുമാനം. അതായത് 2 or 3 കടകളൊക്കെ വന്നപ്പോൾ അവർക്ക് മാനേജ് ചെയ്യാം. പക്ഷെ ബിയോണ്ട് ദാറ്റ് അതൊരു വലിയ സ്ഥാപനമായി വളർന്നു വരുമ്പോൾ നമ്മുടെ ഇത്തരം പരിപാടികളൊന്നും പറ്റില്ല. ഇതിന് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് വേണം. MBA അല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിഗ്രി ആവട്ടെ, മാനേജ്മെൻറ്റ് പഠിച്ചവർ, അന്ന് MBA എന്നാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എനിവേ പ്രൊഫഷണലി മാനേജ്മെൻറ്റ് പഠിച്ചവർ ഇത് ഏറ്റെടുക്കണം എന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മക്ഡൊണാൾഡ് ബ്രദേഴ്സും കേണൽ സാൻഡേഴ്സും ശരിയായ തീരുമാനമെടുത്തു. അവർ പ്രൊഫഷണൽസിനെ ഇതിന് നടത്തിപ്പേൽപ്പിച്ചു. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയാണ് മക്ഡൊണാൾഡ് നമ്മൾ അറിയുന്ന മക്ഡൊണാൾഡായത്. ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയുന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണ്. അതായത് നമ്മൾ ചുറ്റും കാണുന്ന എന്തിനും യു ക്യാൻ സി എ വെരി ഹ്യൂജ് മാനേജ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഹിഡൻ. ആ മാനേജ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി സ്നാച്ച് ചെയ്ത് വിജയിപ്പിക്കുന്നതിലാണ് നമ്മുടെ കഴിവ്. അതിനാണ് നിങ്ങളുടെ ഈ ട്രെയിനിങ്, മാനേജ്മെൻറ്റ് ട്രെയിനിങ്, ഫോർമൽ ട്രെയിനിങ് നിങ്ങളെ സഹായിക്കേണ്ടത്. നേരത്തെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച പലരും പറഞ്ഞതുപോലെ, രാജശേഖരൻപിള്ള സാറും ഒക്കെ പറഞ്ഞതുപോലെ, MBA എന്ന് പറയുന്നത് നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് കോഴ്സല്ല. ഇതൊരു 75% ആപ്ലിക്കേഷൻ ബേസ്ഡ് കോഴ്സാണ്, പ്രാക്ടീസ് ബേസ്ഡ് കോഴ്സാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ പറയുന്നത്. ഇവൻറ്റ് മാനേജ്മെൻറ്റ് നിങ്ങൾക്കെല്ലാം അറിയാം. ഇന്നിപ്പോൾ ഏതിനും ഇവൻറ്റ് മാനേജ്മെൻറ്റാണ്. നമ്മുടെ നാട്ടിൽ 10-20 വർഷമായിട്ടുള്ള ഇവൻറ്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയിട്ട്, മെയിൻലി മാരേജ്, അല്ലെങ്കിൽ ഇപ്പം മാരേജിനും ക്രിമേഷനും ഒക്കെയാണ് നമ്മൾ മെയിൻലി ഇവൻറ്റ് മാനേജ്മെൻറ്റ് കാണുന്നത്. അടുത്ത കാലത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിങ്ങിന് ആളെ കൂട്ടുന്നതും അതിൻ്റെ അറേഞ്ച്മെൻറ്റ് നടത്തുന്നതും ഇലക്ഷൻ പ്രചരണവും ലീഡേഴ്സിൻ്റെ പ്രൊഫൈൽ മെച്ചപ്പെടുത്തുന്നതിനും എല്ലാം ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇവൻറ്റ് മാനേജ്മെൻറ്റുകാർ വരുന്നു എന്നുള്ളതാണ്. ഞാൻ ഓർക്കുന്നത് എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. എൻ്റെ ആദ്യത്തെ മകളുടെ കല്യാണമാണ്. ഞാൻ അന്ന് വെൻ ഐ വാസ് വർക്കിംഗ് എബ്രോഡ്. അപ്പം ഞാൻ നാട്ടിൽ എൻ്റെ മകളുടെ കല്യാണമെല്ലാം നടത്താൻ വേണ്ടി വന്നപ്പോൾ ആദ്യമായി ഇവൻറ്റ് മാനേജ്മെൻറ്റ് അന്ന് തുടങ്ങി വരുന്ന സമയമാണ്, ഇറ്റ്സ് മോർ ദാൻ 15 years ബാക്ക്. അപ്പോൾ അന്ന് എന്നെ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് സമീപിച്ചു. സാർ, ഞങ്ങളെല്ലാം നടത്തി തരാം, സാർ പെൺകുട്ടിയെയും അവിടെ കൊണ്ടുവന്നാൽ മതി, ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തോളാം. അപ്പോൾ എനിക്ക് ആക്ച്വലി ഈവൻ ദോ ഐ വാസ് അബ്രോഡ് ഫോർ എ വെരി ലോങ് ടൈം, എനിക്കെന്തോ ഒരു വല്ലാതെ തോന്നി. കാരണം എൻ്റെ മോളുടെ കല്യാണം ഞാനല്ലാതെ നാട്ടുകാരാണോ നടത്തുന്നത്? ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ നടത്തിക്കൊള്ളാം, എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. എന്തായാലും അവരൊത്തിരി എന്നെ ടെംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എന്തുകൊണ്ടോ ഞാൻ പിടിച്ചു നിന്നു. ഞാൻ തന്നെ തീരുമാനിച്ച് എൻ്റേതായ രീതിയിൽ എൻ്റെ മകളുടെ കല്യാണം നടത്തി. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, വളരെ കാലം വിദേശത്ത് ട്രെയിനിങ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ ഡേ -7 മുതൽ, അതായത് കല്യാണത്തിൻ്റെ ഒരാഴ്ചയ്ക്ക് മുമ്പ് മുതലുള്ള കാര്യങ്ങൾ ഞാനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറായിട്ട് എല്ലാം എഴുതി വെച്ചു. കാരണം എനിക്ക് അത്ര ട്രെയിനിങ് അതിന് മുമ്പ് ഉണ്ടായിരുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് സാമാന്യം നല്ലതുപോലെ നടന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചു, അത് കഴിഞ്ഞൊരു 5 കൊല്ലം കഴിഞ്ഞ് എൻ്റെ രണ്ടാമത്തെ മകളുടെ കല്യാണം വന്നപ്പോൾ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് എന്നെ സമീപിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം, ഞാൻ ഫുൾ റെസ്പോൺസിബിലിറ്റി അവരെ ഏൽപ്പിച്ചു. അന്ന് രാവിലെ ഞാൻ എൻ്റെ മോളുമായിട്ട് അവിടെ എത്തി. എല്ലാം പെർഫെക്റ്റ്, വളരെ സ്മൂത്തായി നടത്തി. വെരി എഫിഷ്യൻ്റ്ലി മാനേജ്ഡ്, വെരി പ്രൊഫഷണലി മാനേജ്ഡ് ഇവൻറ്റ് മാനേജ്മെൻറ്റ്.
ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങൾക്കറിയാമെന്നറിയില്ല, വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി, ഇന്ന് ലോകത്തിൽ ഏറ്റവും വേഗതയിൽ വളരുന്ന ബിസിനസ്സാണ് ഇവൻറ്റ് മാനേജ്മെൻറ്റ്. 2020-21 ഡേറ്റ നിങ്ങൾ നെറ്റ് നോക്കി അറിയാം. ദി ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആസ് ഇൻഡസ്ട്രി ഈസ് ഗ്രോയിങ് അറ്റ് ദ റേറ്റ് ഓഫ് 19%. വേറെ ഒരു ഇൻഡസ്ട്രി ഇത്ര വേഗത്തിൽ വളരുന്നില്ല. 2020-21 വേൾഡിലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയുടെ സൈസ് $1.5 ട്രില്യൺ. 1.5 ലക്ഷം കോടി US ബിസിനസ്സാണ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് സെക്ടർ നടക്കുന്നത്. ഇന്ത്യയിൽ ആ സമയത്ത് കഷ്ടിച്ച് $2 ബില്യൺ മാത്രം, $200 കോടി ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അതായത് വേൾഡിലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ബിസിനസ്സിൻ്റെ 0.1% മാത്രമേ ഇന്ത്യയിലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി ഉള്ളൂ. അപ്പോൾ എത്രയധികം പൊട്ടൻഷ്യൽ, എത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് രംഗത്ത് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആവും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ പറയാൻ കാര്യം, നിങ്ങളിൽ പലരും നല്ലൊരു എംപ്ലോയി ആവാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. വെരി ഗുഡ്. വലിയ കോർപ്പറേഷന് നമുക്കൊരു നല്ല ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് തന്നെ വളരെ വലിയൊരു എംപ്ലോയർ ആകാൻ കഴിയും നിങ്ങളുടെ ചുറ്റും നോക്കി അവൈലബിളായ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ തുടങ്ങിയ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈവൻ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗ് വരെ നമ്മുടെ നാട്ടിൽ തന്നെ, പണ്ടൊക്കെ നമ്മുടെ ബൂത്ത് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഇവരൊക്കെയാണ് പാർട്ടി മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അതും മാറി. ഇവൻറ്റ് മാനേജ്മെൻറ്റുകാർ തന്നെ പാർട്ടി മീറ്റിങ്ങുകൾ നടത്തി തുടങ്ങി. നേതാവ് വരെ വന്നാൽ മതി, പ്രസംഗിക്കാനുള്ള സ്പീച്ച് വരെ വേണമെങ്കിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റുകാർ എഴുതി കൊടുക്കും, പ്രസംഗിച്ചിട്ട് തിരിച്ചു പോകാം. അത് കഴിഞ്ഞ് അവിടെ കൊണ്ടുവന്ന ആൾക്കാരെ നേരെ അടുത്ത പാർട്ടിയുടെ മീറ്റിങ്ങിന് അടുത്ത സ്ഥലത്ത് അവരെത്തിക്കും. അപ്പം നമ്മൾ പാർട്ടിക്കാർ യാതൊന്നും അറിയണ്ട, പരിപ്പോടെയും കട്ടൻ ചായയും കുടിക്കേണ്ട, എല്ലാം ഇവൻറ്റ് മാനേജ്മെൻറ്റ് കഴിച്ചു. അങ്ങനെ എല്ലാ രംഗത്തും ഞാൻ ഇതിൻ്റെ പൊട്ടൻഷ്യൽ സത്യത്തെ ആലോചിച്ചാൽ വളരെ ഒരു അത്ഭുതകരമായ രീതിയിൽ നമ്മൾക്കെല്ലാം അറിയാം. ഇപ്പോൾ VIP മാനേജ്മെൻറ്റ്, സെലിബ്രിറ്റി മാനേജ്മെൻറ്റ്, ഇറ്റ്സ് എ വെരി ബിഗ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് പൊട്ടൻഷ്യൽ അവൈലബിൾ ദയർ. ഞാനൊരു ചെറിയ ഉദാഹരണം, ഷാരുഖ് ഖാൻ. ഈ ഷാരുഖ് ഖാൻ്റെ കാര്യങ്ങളൊക്കെ ഷാരുഖ് ഖാനാണോ ചെയ്യുന്നത്? അങ്ങനെ അറിയുന്നുണ്ടാവില്ല. ദർ ഇസ് എ വെരി ബിഗ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ഹിം. അതുപോലെ എത്രയോ ആൾക്കാർക്ക്, എത്രയോ സെലിബ്രിറ്റീസിന് നമ്മുടെ നാട്ടിലുണ്ട്, ഞാൻ പേരുകൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പാണ് ആ ആളിൻ്റെ പ്രൊഫൈൽ ഉണ്ടാക്കുന്നതും ബ്രേക്ക് ചെയ്യുന്നതും. പലപ്പോഴും നമ്മൾ ഈ മേഖലയിലൊക്കെ പ്രൊഫഷണൽ മാനേജ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ പലരും ചോദിക്കുന്ന കാര്യമുണ്ട്, എന്തോന്ന് മാനേജ്മെൻറ്റ്, എന്തോന്ന് MBA, ഇതൊന്നും ഇല്ലാതെ തന്നെ ഞാൻ എത്ര വിജയകരമായി കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന് പലരും പറയുന്നുണ്ടാവും. ശരിയാണ്, ഒരു പരിധിവരെ ശരിയുമാണ്. MBA അല്ലെങ്കിൽ മറ്റൊരു ഫോർമൽ മാനേജ്മെൻറ്റ് ഡിഗ്രി ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ പല ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. പക്ഷേ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ആവശ്യം വരുന്നത് എവിടെയാണ്? ഞാൻ നേരത്തെ മക്ഡൊണാൾഡിൻ്റെ കേസ് സൂചിപ്പിച്ചു. ഇതൊന്നുമില്ലാതെ നമ്മൾ ബിസിനസ് വിജയകരമായി എന്ന് പറയുമ്പോൾ ഒരിക്കലൊരു ചക്ക വീണ് മുയൽ ചത്തു എന്ന് ഞങ്ങളുടെ നാട്ടിൻപുറത്തൊരു പ്രയോഗമുണ്ട്. പക്ഷേ എപ്പോഴും ചക്ക വീഴണമെന്നില്ല, എപ്പോഴും ചക്ക വീണാൽ മുയൽ ചാകണമെന്നുമില്ല. അപ്പോൾ ചക്ക കറക്റ്റായിട്ട് വീഴണമെന്നുണ്ടെങ്കിൽ, ആ ചക്ക വീഴുമ്പോൾ മുയൽ കറക്റ്റായിട്ട് ചാകണമെന്നുണ്ടെങ്കിൽ അതിലൊരു പ്രൊഫഷണൽ കണ്ടൻറ്റ് വരണം, അവിടെ ഒരു മാനേജ്മെൻറ്റ് കണ്ടൻറ്റ് വരണം. എപ്പോഴാണ് മുയൽ അതുവഴി പോകാൻ സാധ്യതയുള്ളത്, മുയലിൻ്റെ ട്രജക്ടറി ഏതാണ്, റൂട്ട് ഏതാണ്, അതനുസരിച്ച് ചക്ക വീഴാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത്, നേരത്തെ സാറ് പറഞ്ഞ പോലെ PPPP, അതിൻ്റെ പ്രോപ്പർ പ്ലാനിങ്, ഓർഗനൈസേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ എല്ലാം വരുമ്പോഴാണ് കൃത്യമായി ഓരോ ചക്ക വീഴുമ്പോഴും ഓരോ മുയൽ ചത്ത് കിട്ടുന്നത്. അതാണ് മക്ഡൊണാൾഡും കെൻഡക്കി ഫ്രൈഡ് ചിക്കനും പിന്നെ ശരിയായിട്ട് ചെയ്തത്. ആദ്യം ഒരു ബിസിനസ് തുടങ്ങി, അതിൻ്റെ റിയൽ ടേക്ക് ഓഫ് സ്റ്റേജ് വന്നപ്പം ദാറ്റ് വാസ് ഹാൻഡഡ് ഓവർ ടു പ്രൊഫഷണൽ മാനേജേഴ്സ്. ഞാൻ പലപ്പോഴും ഈ മീറ്റിങ്ങിൽ പറയുന്ന ഒരു എക്സാമ്പിൾ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണെന്നറിയില്ല, ഞാനൊരു മാനേജ്മെൻറ്റ് വിദഗ്ധനല്ല, എനിക്ക് മാനേജ്മെൻറ്റ് കാര്യമായ പരിചയമുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിൽ പോലും എന്തുകൊണ്ട് വളരെയധികം മാനേജ്മെൻറ്റ് പ്രോഗ്രാമുകൾ ഉദ്ഘാടനം ചെയ്യാൻ അതിൻ്റെ എന്താ പറയുക സ്പെഷ്യൽ അഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട്. അതെന്താണെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, മൈക്രോസോഫ്റ്റിൻ്റെ നിങ്ങൾക്കെല്ലാം അറിയാം, ബിൽ ഗേറ്റ്സ്. He was not a super intelligent person. He was just an average or below average kind of person. In fact, he was a college dropout. എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. And he built probably one of the biggest, until very recently, the biggest, now one of the biggest business empires in the world.
വീട്ടിലെ അച്ഛനോടോ മറ്റോ കടം വാങ്ങി $5000 കൊണ്ട് തുടങ്ങിയ പ്രസ്ഥാനം അതൊരു സ്റ്റേജ് കഴിഞ്ഞ ശേഷം ബിൽഗേറ്റ്സ് പിന്നെ അത് കെട്ടിപ്പിടിച്ചിരുന്നില്ല. ഹീ ജസ്റ്റ് മൂവ് ടു ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് he entrusted real professionals to manage Microsoft. മൈക്രോസോഫ്റ്റിനെ പറ്റി അധികം പറയേണ്ട കാര്യമില്ലല്ലോ. ദ കമ്പനി വിച്ച് ഹസ് ചേഞ്ച് ദ വേ, ദ കമ്പനി വിച്ച് ഹസ് ട്രാൻസ്ഫോംഡ് ദ വേ ദ വേൾഡ് തിങ്സ്, ദ വേൾഡ് കമ്മ്യൂണിക്കേറ്റ്സ്, ദ വേൾഡ് റൈറ്റ്സ്, ദ വേൾഡ് സ്പീക്സ്. അത്രമാത്രം ഈ ലോകത്തെ തന്നെ മാറ്റിയെടുത്ത കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. പിന്നെ ഓഫ് കോഴ്സ് ആപ്പിളും സ്റ്റീവ് ഫോബ്സിൻ്റെ ഒക്കെ കഥ ഇതുപോലെ ഒരുപാടുണ്ട്. ഞാനതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് വരുന്നില്ല, അധികം സമയമെടുക്കുന്നതുണ്ട്. ഒരു കാര്യം കൂടി മാത്രം ഞാൻ പറയാം. നിങ്ങളെല്ലാവർക്കും അറിയാം, ഇന്ദിര നൂയി എന്ന് പറയുന്ന പെപ്സിക്കോ കമ്പനിയുടെ അടുത്ത കാലം വരെ ചെയർപേഴ്സണായിരുന്ന ആൾ. ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നും ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേഷനുകളിൽ ഒന്നിൽ ചെയർപേഴ്സണായ ആദ്യത്തെ ആളാണ് ഇന്ദിര നൂയി. പിന്നീട് പലരും വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾ ആ ഇന്ദിര കൃഷ്ണമൂർത്തി നൂയി എന്നാണ് അവരുടെ പേര്, നിങ്ങൾക്കറിയാമായിരിക്കും. ഷീ ഈസ് എ ടിപ്പിക്കൽ ഇന്ത്യൻ ഫ്രം തമിഴ്നാട്. ഷീ ഹാഡ് യർ എഡ്യൂക്കേഷൻ ഇൻ ചെന്നൈ. അവർ BSc കെമിസ്ട്രിയാണ് പഠിച്ചത്. BSc കെമിസ്ട്രി പഠിച്ച ശേഷം ഷീ ജോയിൻഡ് IIM കൽക്കട്ട ആൻഡ് ഷീ ഹാഡ് യർ PGDM, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ്, അന്ന് അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ആൻഡ് ദെൻ ഷീ ഹാസ് ഗോൺ ടു ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യെയിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുള്ളി MBA ഡിഗ്രി എടുത്തു. ഞാൻ അവരുടെ പ്രൊഫൈൽ പറയാനൊരു റീസൺ ഉണ്ട്, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ BSc കെമിസ്ട്രി കഴിഞ്ഞു, കൽക്കട്ട IIM നിന്ന് മാനേജ്മെൻറ്റ് ഡിഗ്രി എടുത്തു. അത് കഴിഞ്ഞ് യെയിൽ, വേൾഡിലെ ഏറ്റവും ഫേമസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യെയിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA ഡിഗ്രി എടുത്തു. ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ഹിയർ കരിയർ ആസ് എ മിഡിൽ മാനേജർ ഇൻ ജോൺസൺ ആൻഡ് ജോൺസൺ, വിച്ച് എ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. കുറച്ചു കാലം കഴിഞ്ഞ് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ശേഷം ഇന്ദിര നൂയി ഹാസ് ഷിഫ്റ്റഡ് ടു മോട്ടറോള, one of the fastest growing electronics and communication company of the time. ആലോചിച്ച് നോക്കൂ, ഫാർമസ്യൂട്ടിക്കൽസും മോട്ടറോളയും തമ്മിൽ എന്താ ബന്ധം? അവിടെ കുറേ വർഷം വർക്ക് ചെയ്തു. വൈസ് പ്രസിഡൻ്റ് ആയ ശേഷം ഇന്ദിര നൂയി ഷിഫ്റ്റഡ് ടു ആസ്യ ബ്രൗൺ ബ്രൊവേരി എന്ന് പറയുന്ന ABB എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കമ്പനി. നേരത്തെ വർക്ക് ചെയ്ത 2 കമ്പനിയായിട്ട് ഒരു ബന്ധവുമില്ല, അവർ പഠിച്ച സബ്ജക്റ്റ് വേണ്ടി യാതൊരു ബന്ധവുമില്ല. ABBയിൽ കുറേ നാൾ വർക്ക് ചെയ്ത ശേഷം ഇന്ദിര നൂയി ഷിഫ്റ്റഡ് ടു പെപ്സിക്കോ, എ സോഡ കമ്പനി. നിങ്ങൾ അവരുടെ ആ പ്രൊഫൈൽ ആലോചിച്ച് നോക്കുക. പഠിച്ച വേറൊരു വിഷയം, ആദ്യം ജോലി ചെയ്തൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, രണ്ടാമത് ഒരു ഇലക്ട്രോണിക്സ് കമ്പനി, മൂന്നാമതൊരു ഹെവി മെഷീനറി കമ്പനി, നാലാമത് ഒരു സോഡ കമ്പനി. നമുക്ക് പെപ്സിക്കോ എന്ന് എന്ത് പറഞ്ഞാലും പെപ്സി ഈസ് പ്രാക്ടിക്കലി സോഡ, ഈസ് നോട്ട്. And then what did she do in PepsiCo? ഇന്ദിര ഈ പെപ്സിക്കോ ജോയിൻ ചെയ്ത സമയത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, പെപ്സി ആസ് എ ബ്രാൻഡ് വാസ് നോട്ട് ഗ്രോയിങ്, വളരുന്നില്ല. അമേരിക്കയിലെയും വേൾഡിലെയും സോഫ്റ്റ് ഡ്രിങ്ക്സ് മാർക്കറ്റ് വാസ് ഓൾമോസ്റ്റ് ഫുള്ളി മോണോപ്പൊളൈസ്ഡ് ബൈ കൊക്കക്കോള. അമേരിക്കയിലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് മാർക്കറ്റിൻ്റെ 60% വാസ് ഓക്യുപ്പൈഡ് ബൈ കൊക്കക്കോള. പെപ്സിക്കോള എത്ര തലകുത്തി നിന്ന് ശ്രമിച്ചിട്ടും അവരുടെ മാർക്കറ്റ് 20% നിന്ന് കൂടുന്നേയില്ല. എന്ത് ചെയ്തിട്ട്? അപ്പോഴാണ് അവരെ ഇന്ദിര നൂയി എന്ന് പറയുന്ന അതുവരെ സോഡ കമ്പനിയുമായിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് കമ്പനിയായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്ന ഒരു സ്ത്രീയെ പിടിച്ച് പെപ്സിക്കോയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാക്കിയത്. ആൻഡ് ഇന്ദിര നൂയി ഓഫ് കോഴ്സ് അവരുടെ ഫസ്റ്റ് 1 or 2 years, I was just going through her profile, first 1 or 2 years she tried her best to increase the market size, could not. കൊക്കക്കോളയെ തൊടാൻ പറ്റുമായിരുന്നില്ല. അപ്പോഴാണ് അവർ നോട്ട് ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം, കൊക്കക്കോളയുടെ റിയൽ മാർക്കറ്റ് നിങ്ങളെ എന്നെയും പോലെ നമ്മൾ കുടിക്കുന്ന 250 മില്ലിയുടെ ബോട്ടിൽ നല്ല. കൊക്കക്കോളയുടെ റിയൽ മാർക്കറ്റ് വാസ് ഫ്രം ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ മാർക്കറ്റിംഗ്. വലിയ വലിയ റെസ്റ്റോറൻറ്റ്സ്, മക്ഡൊണാൾഡ്, ബർഗർ കിങ്, പിസ്സ ഹട്ട്, അല്ലെങ്കിൽ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ, ഇവരുടെ എല്ലാം മാർക്കറ്റാണ് പെപ്സിക്കോയുടെ ഏറ്റവും വലിയ മാർക്കറ്റ്. ഈ കമ്പനികളെല്ലാം പെപ്സി വാങ്ങുന്നത് കുപ്പികളിലല്ല, വലിയ വലിയ ബാരലുകളിലും ടാങ്കറിലുമാണ്. കൊക്കക്കോള കമ്പനിയുടെ 15% of the market was coming from such institutional sectors. അപ്പോൾ ഇന്ദിര നൂയി വാട്ട് ഷി ഡിഡ് ഈസ്,
She tried to persuade McDonald's, she tried to persuade Burger King and Pizza Hut to replace their Coca-Cola with Pepsi-Cola. But then that was not successful. Naturally, you can understand because of ethical reasons or many other factors, McDonald's ഇവരെല്ലാം കൊക്കക്കോളയിൽ നിന്ന് മാറാൻ ഇവർക്ക് മടിയായിരുന്നു. Then she has taken a very important decision. എന്തായാലും പെപ്സിക്കോയുടെ മാർക്കറ്റ് ഇങ്ങനെ കൂട്ടാൻ പറ്റില്ല. She started purchasing the fast food restaurants. First she purchased the Pizza Hut. അതുവരെ പിസ്സ ഹട്ട് കൊടുത്തിരുന്നത് കൊക്കക്കോളയാണ്. അപ്പം നൗ പിസ്സ ഹട്ട് ഈസ് ഓൺഡ് ബൈ പെപ്സിക്കോ. അപ്പോൾ പിസ്സ ഹട്ടിലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊക്കക്കോള മാറ്റി പെപ്സിക്കോളയാക്കി. ആൻഡ് ദെൻ ഷീ പർച്ചേസ്ഡ് KFC, Kentucky Fried Chicken. Then she purchased Taco Bell. Then she purchased Lay's. Then she purchased Quaker Oats. അങ്ങനെ കുറേ കഥ, ഞാനതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് വരുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ. വൈ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പലരും പറയുന്നത് പോലെ എന്തോന്ന് MBA എനിക്കിതൊന്നൊരു കാര്യമില്ല എന്ന് പറയുന്നതിന് ഇറ്റ്സ് നോട്ട് മച്ച് മീനിങ് ഇൻ ദാറ്റ്. That is applicable only when your company is a very small one which you can manage. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ you always need professionally trained people like what you are going to be in another 2 years. ഇന്ദിരാജിയുടെ ഏറ്റവും നല്ല എക്സാമ്പിൾസ് why she could manage. She had her degree in chemistry. And then she was, after her MBA, she started managing a pharmaceutical company. അത് കഴിഞ്ഞ് she went to an electronics company. Then she went to a heavy machinery company. Then she went to PepsiCo, a soft drinks company. She could do all this. അവർക്കിങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളരെ പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എപ്പോഴും ചക്ക വീണാൽ മുയൽ ചാവും എന്നവർ വിശ്വസിച്ചില്ല. അതിന് പ്രൊഫഷണൽ ട്രെയിനിങ് ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കി. അവരെ സെലക്ട് ചെയ്ത കമ്പനികളത് മനസ്സിലാക്കി. നമ്മളൊക്കെ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത്? പെപ്സിക്കോയ്ക്ക് ഒരു ചെയർമാനെ വേണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്ന കൊക്കക്കോളയിൽ ആരെങ്കിലും കിട്ടുമെന്നായിരിക്കും. പക്ഷേ പെപ്സിക്കോ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നോക്കിയത് ദേ analyze the profiles of the executives of so many different companies, not just soft drink companies. അവർ വേറെ സോഡ കമ്പനി അല്ല നോക്കിയത്. അപ്പോൾ അവർ നോക്കിയപ്പോൾ കണ്ടു ഇപ്പോഴ് ABB, ആസിയ ബ്രൗൺ ബ്രൊവേരി എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കമ്പനിയുടെ തലപ്പത്തൊരു ലേഡിയുണ്ട്. അപ്പോൾ ഷി വാസ് ഡീലിംഗ് വിത്ത് എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ഷി വാസ് ഡീലിംഗ് വിത്ത് ഹെവി മെഷീനറീസ്. ഹെവി മെഷീനറി ഡീൽ ചെയ്യുന്ന ഒരാളിന് എങ്ങനെയാണ് ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് കമ്പനി നന്നാക്കാൻ പറ്റുന്നതെന്ന് ആലോചിച്ചാൽ ഒറ്റ ആൻസറേ ഉള്ളൂ. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സ്കിൽ ഷി ഹാഡ്. That's the kind of management training she had. അവിടെയാണ് ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. അവിടെയാണ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റ്, മാനേജ്മെൻറ്റ് എന്ന ഫീൽഡിൽ ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകത. വൈ യു നീഡ് എൻ MBA ടു റൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എല്ലാ MBAക്കാർക്കും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും വിജയകരമായി നടത്താമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വൈ MBA as an education course, as an education program is important in the running of institutions. രാജേഷ് പിള്ള സാർ നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഈ ബിസിനസ് മാത്രമല്ല, education management, how a good college can be run, how a good university can be run, ഇതെല്ലാം ഒരു മാനേജ്മെൻറ്റ് ഭാഗമായിട്ട് വരും. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും എല്ലാ സെക്ടറുകളിലും മാനേജ്മെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. മാനേജ്മെൻറ്റ് ഈസ് കമ്മിങ് ഇൻ വൺ ഫോം ഓർ അതർ. അത് ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് ആകാം, ഹോട്ടൽ മാനേജ്മെൻ്റ് ആകാം, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻ്റ് ആകാം, കോളേജ് മാനേജ്മെൻ്റ് ആകാം, എൻവിറോൺമെൻറ്റൽ മാനേജ്മെൻ്റ് ആകാം, എന്തുമാകാം. Anything in this world today, anything you see around has a management content. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. There is plenty of management potential available for you, either to be an employer, either to be an employee, or to be an employer employing your friends and other students coming up. അപ്പം നിങ്ങളുടെ മുന്നിൽ അത്ര വിശാലമായൊരു ലോകമാണ്. മറ്റേതൊരു സബ്ജക്റ്റിനേക്കാളും കൂടുതൽ വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, സ്വന്തമായി ജോലി കണ്ടെത്താനും അല്ലെങ്കിൽ വേറൊരു കമ്പനിയിലോ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ജോലി കിട്ടാനും പറ്റിയൊരു കോഴ്സിലേക്കാണ് നിങ്ങൾ ചേർന്നിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളെടുത്തത് വളരെ ശരിയായൊരു തീരുമാനമാണെന്ന് കാലം തെളിയിക്കും എന്നെനിക്ക് ഉറപ്പാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇന്നത്തെ നിങ്ങളുടെ ഈ MBA പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങൾക്ക് ലഭിച്ചത് തന്നെ വളരെ വലിയൊരു ഒരു ജീവിതത്തിൻ്റെ ഒരു വിജയഗാഥ രചിച്ച ഒരു വലിയ മനുഷ്യനെയാണ് എന്നത് തന്നെ ഒരു വളരെ നല്ല ലക്ഷണമാണ്. നിങ്ങൾക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.
Thank you, sir. Now we have the felicitation. We gladly welcome Dr. K.S. Divagaran Nair, the academic advisor of MBA department. Sir, please. Respected President of the function, Sree K.K. Karnan sir, Honorable Vice Chancellor of Somaya Vidyavihar University and Chancellor of ICFA University, Professor V.N. Rajshekaran Pillai, our Chief Guest, Sri Anilan sir, our Secretary of the Trust, Sri Dr. E.P. Yashodaran, Chief Executive Officer of SNGC, Gopaleshan sir, and beloved Dr. Baiju sir, Professor Madhusudanan sir, our Research Director, heads of departments, dear parents, students who have enrolled to the MBA program of 19th batch, ladies and gentlemen, very, very good afternoon. At the outset, let me congratulate all the newly enrolled students for having chosen SNGC for your MBA education. I also congratulate their parents for having taken the decision to send their wards to this esteemed institution. I do appreciate the efforts taken by the parents to reach here, and in fact, I am glad to know that there are students from every district of Kerala participating, involving, enrolling in this MBA program. That itself shows the strength of this institution. We are able to attract students from every part of the state. I once again congratulate you. Now coming to, we are indeed fortunate, as the earlier speakers have rightly pointed out, to have Professor V.N. Rajshekaran Pillai as the chief guest for inaugurating this MBA program. In fact, what I would like to talk to the students particularly, almost all the previous speakers have talked about the implication and the significance of management education. Management education, as I understand, is the gateway to global careers. Why I should say that? Basically, if we look at some of the recent statistics, we will definitely appreciate that. Out of 58 top multinational companies in the world, the CEOs are Indians who have studied, some of them engineering, maybe different basic degrees and management education. And even 25% of the startups in Silicon Valley is headed by Indians. That means what I want to show you that a love towards Indian talent do exist in the world today. Therefore, having taken a decision to join MBA program, your dream should be to reach such heights, a level of CEO over a period of time, for which your dedication, your commitment to the program you have taken, it's a good decision, it's the right decision, but your commitment to the program should be 100%. And as already has been mentioned, MBA is a training program. It is not like other master degree programs like MA History, MA Sociology, MA Economics. Of course, it has much of knowledge content. It also empowers individuals. But when it comes to MBA, the most important aspect, as the CEO has rightly pointed out,
is the skill content that you acquire within these 2 years. Unless you combine your knowledge and skill effectively and transform you to be industry ready and future ready, you will not be able to advance in the career and reach the top position of multinational companies. Therefore, my humble suggestion is learning should not be limited to only the classrooms. It should go beyond the classroom and also beyond the syllabus. The syllabus of Kerala Technological University, as I understand, is the latest. But then, any syllabus that is framed becomes, over a period of time, obsolete and not updated properly. Therefore, yes, for the completion of the course, you may have to learn as per the curriculum, but what you learn beyond the syllabus, that counts your development, your success. So friends, please do register for add-on courses and see that you acquire additional skills and additional credits. As the chief guest has rightly pointed out, now there is a possibility that the credits acquired from different sources, it can be transferred to your profile, and thus you can enhance your credibility, your integrity, and at the same time your scope for selling yourself better. And coming to SNGC MBA program, as previous speakers, our secretary and others have rightly pointed out, we have the best infrastructure available. If you compare with other MBA institutions in the state, SNGC has the best infrastructure that is available, including independent large library added with central library. So, but if you don't utilize these resources, this infrastructure, the desired outcome can never be achieved. Coming to the faculty members, I should say from my last 1 year's experience, we have the best faculty members, most talented, even with industrial exposure. We have a team of MBA faculty members who are ready to support you, help you, but ultimately learning is the total responsibility of the students. The teachers, the faculty members will definitely help you, guide you, support you. The teaching and learning quality that prevails in this institution is exemplary. You can never get such teaching learning experiences, practices elsewhere. Therefore, friends, please be proud of being a member of SNGCE family. Teachers not only teach, they also mentor every student. As I understand, each teacher is given a group of students to personally interact with them and mentor them and give them feedback about their progress in the studies. This mentoring system that prevails in this institution is one of the most efficient one. Similarly, placement activities. We have an excellent placement officer coupled with supporting facilities to ensure that campus selections, campus interviews are being arranged. As it is mentioned, it is for you to attend such interviews and show your talent, prove your talent, and get employed. Now, friends, it is also very pertinent to mention here that, as CEO has rightly pointed out, even the chairman, Karnan sir, has also pointed out, innovation drives the business today. If you think of innovating the existing business, you can have further development. So, as he has rightly pointed out, the Colgate tube, the diameter of the outlet. So, innovation is the basis for success.
Friends, SNGC has an excellent startup ecosystem available. So this is one fact I thought I will emphasize. The students who have come out with innovative ideas, new ideas, we have a system which we will nurture, nourish and develop such new ideas into startups. The ecosystem, the incubation center that is available in this institution is meant for you to explore, you to experience and bring out new startups in this institution. I hope in this context, I also remember what Mahatma Gandhi has mentioned in those days. What India needs is not mass production. What India needs is production by masses. When you think of production by masses, the type of businesses that should come up should be millions. Then only the expected growth nation can attain the expected growth, becoming one of the first and foremost developed country in the world. Today, we are in the 5th position. Therefore, it is for you to think of such ideas, and we have a supporting mechanism available here. Therefore, utilize the ecosystem, the startup ecosystem available in the institution, and see that you become, by the end of these 2 years, you become an entrepreneur. You become an employer, as the CEO has rightly pointed out. I further do not want to extend my talk. I feel that the words spoken by that empower you to achieve your dreams. Therefore, friends, keep these words in the mind and work towards achieving your dreams. Wish you all the best. Thank you. Thank you, sir. With that note, let us welcome the head of the Department of Management Studies, Dr. Milna Susan Joseph, for proposing the vote of thanks. Honorable Chief Guest, Professor V.N. Rajashekharan Pillai, President of this function, Sree K.K. Karnan, other dignitaries on the dais, heads of departments, professors, ladies and gentlemen. With a humble beginning in the year 2002, Sree Narayana Gurukulam College of Engineering always stressed on continuous improvement to remain competitive and achieve overall level of excellence. Our vision of education at SNGC is based on the Gurukul system of learning, where the teachers serve as mentors and the students are molded under their guidance. Established in the year 2004, MBA at SNGC is designed to equip students with full set of knowledge, skills, and attitude to face the competitive and fast-changing world. Apart from creating a strong learning environment, we emphasize value-based education that enhances students' academic achievement as well as develop life skills that last throughout their lives. Now, let me pass on to my duty. I deem it a great privilege to propose vote of thanks on this occasion. A teacher, researcher, professor, and executive head of education, science, and technology establishments in the country and abroad. We are indeed fortunate to have Professor V.N. Rajashekharan Pillai, an exemplary person, as our chief guest to inaugurate our 19th batch MBA. During his inaugural address, he pointed out the importance of education, highlighting the quotes of Sree Narayana Guru. He mentioned that education is aimed to improve the quality of life and life management systems. Self-realization is possible only through education. He added that you gain knowledge and skills through education, but to make it practical, it is important to know or understand the society or the context where it should be applied. And he concluded saying that whatever you do, it should be for the betterment of the society. Sir, your inspiring message and invaluable words have truly set the tone of the day. On behalf of the management, staff, and students of SNGC,
I extend our deep gratitude to our Honorable Chief Guest, Professor V.N. Rajashekharan Pillai. Thank you, sir, for your esteemed presence. We are indeed grateful to Sri K.K. Karnan, the driving force of SNGC Trust, for sparing time from his busy schedule to be with us on this occasion. During his presidential address, he gave the message that unprecedented changes are happening everywhere, and you should change according to the changes that is happening in the society and make use of the knowledge that you have gained for the betterment of the society. We express our sincere gratitude to the president of this function, Sri K.K. Karnan. Thank you, sir. We are extremely thankful to the Secretary of SNGC Trust, Sri Anilan R., for the support rendered on behalf of the management. He added in his address that a proper blend of KSA, knowledge, skills, and attitude, is essential to become employable. Thank you, sir, for your words and presence. Let me take this opportunity to thank Sri Gopalakrishnan, member of Executive Committee, for his presence on this occasion. Thank you, sir. My deep regards and thanks to our CEO, Dr. E.P. Yashodharan, whose words always radiate a source of energy within us. He was mentioning during his address that there is a management content or a management potential in every aspect of our life. With examples of McDonald's, KFC, and PepsiCo, he highlighted the importance of professional management for taking any business to its heights. Thank you, sir, for sharing your wisdom and for being with us today. The successful conduct of any program owes much to the inspiration and support of the head of the institution. During his welcome address, he advised the management students that you should become trained so that you become employable professionals. For that, effort is required, and you should be prepared to work. We express our heartfelt gratitude to the leader of SNGCE, Professor Dr. Kemthos People. Thank you very much, sir. My sincere thanks goes to our academic advisor, Dr. K.S. Divagaran Nair, for his valuable advice and guidance for the fruitful conduct of this program. Thank you, sir. A special acknowledgement to our honorary director, Dr. Biju A.C., for his continuous support in the administration of the department and during the preparatory stages of this program. Thank you very much, sir. We thank the members of Executive Committee and all the distinguished invitees for accepting our invitation. I take this opportunity to express our sincere thanks to the heads of departments and teaching and non-teaching staff for the cooperation extended for the successful conduct of this program. Thank you all. My special thanks goes to the organizers of this event, staff, as well as students, for their excellent coordination. Thank you. Most importantly, we convey our special thanks to all the parents and the new students who have come from far and wide with lots of hope and expectation. Dear students, be prepared to work hard, physically and mentally. We invite those who want to excel and win to join hands in our efforts to build a new cadre of competent leaders who will accelerate growth in this changing world. Once again, welcome to Gurukulam. Thank you. Thank you so much, ma'am. Beginnings makes a lot of difference, and today our 19th batch is starting the journey at SNGCE. So always keep your beginnings focused, optimistic, and full of dedication. This is one of the best chances you have got to grab the opportunities, create many amazing memories, and enjoy the best part of your life. We wish you all the very best and success in your life as budding managers and for the further journey of your life. Once again, good luck, dear juniors, and once again, we welcome you to SNCC family. There is an announcement. In the afternoon, the students of the 19th batch will have a training program from 2 to 4 p.m. and we request all the students to be seated in this seminar hall by 1:30 p.m. Here we have come to the end of this inaugural ceremony. We request everyone to rise for the national anthem.